നമസ്കാരം. കൂട്ടക്ഷരങ്ങളുടെ ലൈവ് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അതിഥിയിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരാൻ പോകുന്നത് പാരന്റിംഗ് കോച്ചായ ഷിജു ജോബു ആണ്. ഷിജു ഉടനെ തന്നെ നമ്മളോടൊപ്പം ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ വേനലവധിക്കാലമാണ്. കുട്ടികൾ ബോറടിക്കുന്നു എന്നുള്ള ഒരു വാചകം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. ആ ഒരു സമയത്ത് എന്താണ് കുട്ടികൾക്ക് എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞു തരാനാണ് ഇന്ന് നമ്മളോടൊപ്പം ഷിജു ചേരുന്നത്. കാത്തിരിക്കുക, ഷിജു ഉടനെ തന്നെ നമ്മളോടൊപ്പം ഈ ലൈവിൽ പങ്കുചേരുന്നതാണ്. ഹലോ, കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വേനലവധി, കുട്ടികളുടെ വാശിക്കുള്ള പരിഹാരങ്ങൾ, പോംവഴികൾ എന്നുള്ള രീതിക്കാണ്. അപ്പൊ ആദ്യം നമുക്ക് ഷിജുവിനെ ഒന്ന് പരിചയപ്പെടാം. ഷിജുവിന്റെ സ്ഥാപനത്തെ അല്ലെങ്കിൽ സംരംഭത്തെ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് സ്വയം പരിചയപ്പെടുത്തുക ആദ്യം. എന്റെ പേര് ഷിജു ജോബുരാജ് എന്നാണ്. ഞാൻ തൃശ്ശൂർ സ്വദേശിനിയാണ്. ഇപ്പോ ഇന്ന് സാമ്പിൾ വെടിക്കെട്ടാണ്. 2 ദിവസം കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരമാണ്. എന്റെ തൃശ്ശൂരിന്റെ സ്വന്തം മരുമകളാണ് ഞാൻ. അപ്പൊ ഇവിടെ തന്നെ ലേൺ ആൻഡ് ഗ്രോ വിത്ത് സ്കിപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഇപ്പൊ നടത്തുന്നുണ്ട്. അത് ഡിസ്ലെക്സിയ ഉള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോ അതിനോടൊപ്പം തന്നെ ടീച്ചറാണ്. ഇപ്പോ എഞ്ചിനീയറിംഗ് കോളേജസിലൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. ഇപ്പൊ ഒരു പോളിടെക്നിക് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് പോകുന്നുണ്ട്. അപ്പോ ഇതൊക്കെയാണ് എന്നെ കുറിച്ചിട്ടുള്ള കാര്യം. അപ്പോ എന്താ പറയാ, തുടക്കം മുതലേ ഞാനൊരു ടീച്ചർ തന്നെയാണ്. അപ്പൊ ഇപ്പോഴും ഈ ടീച്ചിങ് ഫീൽഡിൽ തന്നെയാണ് ഉള്ളത്, ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്കും. അപ്പോ ഇങ്ങനെ കുറെ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും ഒരുപാട് പാരന്റ്സ് ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുകയും ചെയ്ത് അവസാനം ഞാനൊരു എന്താ പറയുക, പാരന്റിങ് കോച്ചായിട്ട് രൂപാന്തരപ്പെടുകയായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോ പാരന്റിങ് കോച്ച് എന്ന് പറയുമ്പോൾ പാരന്റിങ് അങ്ങനെ പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? പലർക്കും ഉള്ളൊരു സംശയമാണ് പാരന്റിങ് എന്നുള്ളത്. അത് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് എല്ലാവരും ചെയ്യുന്നത് തന്നെയല്ലേ, ഇതിൽ എന്താണ് ഇത്ര പഠിക്കാനുള്ളത് എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ പാരന്റിങ് കോച്ചിങ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ന് വെച്ചാ എല്ലാവരും ഇപ്പോ പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആർക്കും പഠിച്ചെടുക്കാനൊന്നും പറ്റില്ല. ഇത് പഠിച്ചു പാസ്സാവാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ല ഇത്. പക്ഷെ ആരും പഠിച്ചിട്ടല്ല ഇതിനു മുമ്പ് ചെയ്തത് എന്നുള്ളത് കൊണ്ടും, സയന്റിഫിക് ആയിട്ടല്ല ഇത്രയും കുറെ കാലങ്ങളായി പാരന്റിങ് നടന്നുകൊണ്ട് വരുന്നത് എന്നുള്ളത് കൊണ്ടും തന്നെ നമ്മുടെ നാട്ടില് പല കുട്ടികൾക്കും, ഇപ്പോ നമ്മൾ ഉൾപ്പെടെ പല കുട്ടികൾക്കും ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അവരുടെ അഡൽഹുഡിലേക്ക്, അവരുടെ മരിക്കുന്നത് വരെ ഗ്രേവിലേക്ക് അവർക്ക് കൊണ്ടുപോകാവുന്ന ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോ പണ്ടത്തെ പാരന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നപ്പോ ആർക്കെങ്കിലും ഒക്കെ കുറെ കുട്ടികളെ വളർത്തി, ഇപ്പൊ ആദ്യത്തെ കുട്ടിയെ വളർത്തി അത് ശരിയായില്ല എങ്കിലും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒരു 10ാമത്തെ കുട്ടീനെ വരെ വളർത്തി ശരിയാക്കാനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോ കുടുംബത്തിലെ ഒരു ഫസ്റ്റ് ബേബീനെ വളർത്തിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സെക്കൻഡ് ബേബീനെ വളർത്തുമ്പോൾ അവർക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കാലങ്ങളായി വളർത്തിക്കൊണ്ട് വന്ന് കേട്ടറിവുകളൊക്കെ വെച്ചിട്ട് അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അതൊന്നും സപ്പോർട്ട് ചെയ്ത് പോവാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലീസിൽ എല്ലാവരും അച്ഛനും അമ്മയും ജോലിക്കാരായിരിക്കും, ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സും കൂടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരും വേറെ എന്തെങ്കിലുമൊക്കെ തിരക്കുള്ള ആൾക്കാരായിരിക്കും, മേടുകളുടെ കൂടെ ആയിരിക്കും കുട്ടികൾ വളരുന്നത്. അപ്പൊ ഈ പാരന്റ്സിന് ശരിക്കും പറഞ്ഞ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അപ്പൊ പാരന്റ്സ് ആരും തന്നെ റെഡിയായി, മിക്കവാറും നമ്മുടെ നാട്ടിലൊക്കെ ഒരാളും റെഡി ആയിട്ടല്ല ഈ പാരന്റ് ആവുന്നത്. എന്താ പറയാ, ഒരു പാരന്റ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞ് കുറെ ആൾക്കാർ ചോദിക്കുന്നു എപ്പോഴാ കുട്ടി ഉണ്ടാകുന്നത്, കുട്ടി ആയില്ലേ, വിശേഷം ആയില്ലേ എന്ന് ചോദിക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ വിശേഷം ആവുന്നു, കുട്ടിയാവുന്നു. അല്ലാതെ ഒരാൾ മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് അല്ല പാരന്റ് ആവാൻ. മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആവണം, നമ്മള് ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവണം. നമ്മുടെ കൂടെ ഒരു എന്താ പറയാ കയ്യും കാലും ബുദ്ധിയൊക്കെ ഉള്ള ഒരു കുട്ടി കൂടെ ജനിച്ച് വളരാൻ പോവുകയാണ്. അപ്പോ അതിന് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം. ആ കുട്ടിയെ നോക്കാനുള്ള മനസ്സും സമയവും ഒക്കെ നമുക്ക് ചെലവഴിക്കാനുണ്ടാവണം. രണ്ടുപേരും ഈക്വലി അതിന് പറയാ കൊടുക്കാൻ പറ്റുന്നവരാവണം. പാരന്റ്സ് രണ്ടുപേരും, അച്ഛനും അമ്മയും അതിന് ഒരേപോലെ സമയം കൊടുക്കാനും
കാശ് കൊടുക്കാനും ആ കുട്ടിയെ വളർത്തിയെടുക്കാൻ ആ കുട്ടിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും രണ്ടുപേരും കൂടെ ഒരുമിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരും തമ്മിലും ഒരു നല്ലൊരു ബന്ധവും വേണം. എന്നാലേ ഒരു കുട്ടിയെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എപ്പോഴെങ്കിലുമൊക്കെ എന്താ പറയാ എങ്ങനെയോ അറിയാതെ എങ്ങനെയോ കുട്ടി ഉണ്ടായി ആ കുട്ടി അവിടെ കളർന്ന് വളരും എന്ന് പറഞ്ഞ് നമുക്ക് ഇപ്പൊ ജീവിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ അങ്ങനത്തെ ഒരു ലോകമാണ്. കാരണം കുട്ടികൾക്ക് ഇപ്പോ എന്താ പറയാ നമ്മളെക്കാളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ അവരെ വളർത്തണമെങ്കിൽ നമ്മൾക്ക് അതിൻ്റെതായ ടെക്നിക്കുകൾ അതിനേക്കാൾ കൂടുതൽ അറിഞ്ഞിരിക്കണം. പഠിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ് അതെ ഷിജു പറയുന്നത്. ഇപ്പൊ നമ്മുടെ അതെ വിഷയം വേനലവധിയാണ്. തീർച്ചയായിട്ടും 2 മാസം കുട്ടികളെ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ജോലിയുള്ള മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു വിഷയം തന്നെയാണ്. ഇപ്പോ ചൂട് കാലം കൂടിയാണ്. അതുകൊണ്ട് പുറത്ത് പോയി കളിക്കൂ എന്ന് നമുക്ക് കൂടുതൽ പറയാനും സാധിക്കില്ല. അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ ഒരു ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവിടുക എന്നുള്ളതൊന്നും ഇപ്പോഴുള്ള ഒരു കാലാവസ്ഥയിൽ അത് സാധ്യമാവുകയുമില്ല. അപ്പൊ നമുക്ക് വീട്ടിനകത്ത് തന്നെ കുട്ടികളെ എങ്ങനെയൊക്കെ എൻഗേജ് ചെയ്യിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ലൈവിന്റെ പ്രധാന ഒരു വിഷയം. അപ്പൊ ഒരു ചെറിയ കുട്ടികളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പൊ ഒരു 5 വയസ്സ് വരെയൊക്കെ സ്കൂളിലൊന്നും പോകാത്ത പ്രായത്തിലൊക്കെയുള്ള, അല്ലെങ്കിൽ ഒരു 4 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളെയൊക്കെ നമുക്ക് എങ്ങനെ വീട്ടിനകത്ത് ഈ ഒരു വേനലവധി കാലത്ത് എൻഗേജ് ചെയ്യിക്കാം? കുറച്ച് ഐഡിയകളൊന്ന് ഷെയർ ചെയ്യും. അപ്പൊ ഒരു 4 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെയാന്ന് വിചാരിക്കുക. അപ്പൊ അവർക്ക് നമ്മൾ ഇത് തുടങ്ങിയിട്ടില്ല, അവർക്ക് മറ്റേ സ്കൂളിൽ ഒന്നും തുടങ്ങി കാണില്ല. അപ്പൊ അവര് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ടോയ്സ് ഉണ്ടാവും. അപ്പോൾ 4 വയസ്സ് വരെയുള്ള കുട്ടി എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ടൈം ബേബി സിറ്റർ ആ കുട്ടിയുടെ കൂടെ ഉണ്ടാവും. ഒന്നുകിൽ പാരന്റ് അല്ലെങ്കിൽ മെയ്ഡ്, അങ്ങനെ ആരെങ്കിലും ഒരു ഫുൾ ടൈം ആരെങ്കിലും വേണം. അല്ലാണ്ട് കുട്ടി ഒറ്റയ്ക്ക് നമുക്ക് ഒരിക്കലും വീട്ടിലിട്ടിട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ ഇവിടെ അങ്ങനത്തെ സ്ട്രിക്റ്റ് റൂൾസ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ആരും അങ്ങനെ ചെയ്യില്ല. ഒരിക്കലും കുട്ടി ഒറ്റയ്ക്ക് ഇട്ടിട്ടൊന്നും നമ്മൾ പോവില്ല. അപ്പൊ അവരെ ആദ്യം തന്നെ ട്രെയിൻ ചെയ്യിക്കേണ്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടിയെ ഏറ്റവും നല്ലൊരു സമയം, സ്ക്രീൻ ടൈം അല്ലാത്ത ഒരു സമയം ആ കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് കുട്ടിയെ ഫോൺ വെച്ചു കൊടുത്ത് അവരവരുടെ പണി ചെയ്യുക എന്നുള്ളതല്ല അവിടെ ചെയ്യേണ്ട കാര്യം. അല്ലെങ്കിൽ ഫോണോ ടിവിയോ വീഡിയോ ഗെയിമോ ഒക്കെ വെച്ചു കൊടുത്ത് കുട്ടി അവിടെ ഇരുന്നോളും, അവിടെ ഇരുന്ന് കളിച്ചോളും, മിണ്ടാതിരുന്ന് ഫോണും കണ്ടിരുന്നോളും. അതെല്ലാവരും പറയാറുള്ള കാര്യമാണ്. കുട്ടി അവിടെ ഫോണും കണ്ടിരുന്നോളും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഒരു കുട്ടി ഫോൺ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 2-3 വയസ്സ് വരെ ഒന്നും കുട്ടീനെ സ്ക്രീൻ ഒട്ടും കാണിക്കാൻ പാടില്ല. സത്യത്തിൽ അത് കുട്ടിയുടെ ബ്രെയിനിന് തന്നെ ഒരു പെർമനന്റ് ഡാമേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മളൊക്കെ പക്ഷെ സമയത്തിന്റെ കുറവും മൂലവും പല കാരണങ്ങൾ കൊണ്ടും ഫോൺ വെച്ചു കൊടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ കുട്ടിയെ കൊണ്ട് ഒരു ശല്യം ഇല്ല എന്നുള്ളതുകൊണ്ട് നമ്മളത് ചെയ്തിട്ട് പോകും. അതൊരിക്കലും ചെയ്യരുത്. കുട്ടിയുടെ കൂടെ നമ്മളൊരു കെയർ ടേക്കർ ഉള്ള ഒരാള് കുട്ടിയുടെ കൂടെ ബോൾ കളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളിക്കുക, അവിടെ ഇരുന്ന് എന്തെങ്കിലും ടോയ്സ് വെച്ച് കളിക്കുക. പിന്നെ ഏറ്റവും നല്ലത് ക്ലേ വെച്ചൊക്കെ മോഡൽ ചെയ്ത് തുടങ്ങുക. അതായത് ആ കുട്ടി ഇപ്പോ അടുത്തത് പോവാൻ പോകുന്നത് ആ കുട്ടി പ്രീ സ്കൂളിലേക്കാണ്. ആ കുട്ടിക്ക് പെൻസിലിന്റെ ഗ്രിപ്പ് കിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആ കുട്ടീനെ കുട്ടി ചെയ്യിപ്പിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലേ ഒക്കെ മോഡൽ ചെയ്ത് ആ കുട്ടിക്ക് ആദ്യം തന്നെ ആ ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസും റെഡി ആവണം. ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ ഓടാനും നടക്കാനും, വീഴാതെ നടക്കാനും വീഴാതെ ഓടാനും ഒക്കെയുള്ള സ്കില്ലുകൾ. അപ്പോൾ ആ വലിയ പേശികൾ, നമ്മുടെ വലിയ മസിൽസും ഒക്കെ അതിന് നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള സ്കില്ലുകൾ കുട്ടിക്ക് ആദ്യം കിട്ടണം. അത് മിക്കവാറും അപ്പോഴേക്കും ആയിട്ടുണ്ടാവും. ഒരു 4 വയസ്സിനുള്ളിലൊക്കെ കുട്ടിക്ക് ഓടാനും നടക്കാനൊക്കെ, പിടിക്കാതെ നടക്കാനൊക്കെ പറ്റുന്ന ഒരു ഇതായിട്ടുണ്ടാവും. സ്റ്റെപ്പ് കയറാനും ഒക്കെ പറ്റും. പക്ഷെ അത് കഴിഞ്ഞൊരു ഫൈൻ മോട്ടോർ സ്കില്ലിലേക്ക് വരുമ്പോഴാണ് ഈ പെൻസിൽ ഉപയോഗിക്കുക, കത്രിക ഉപയോഗിക്കുക. പക്ഷെ കത്രിക ഒന്നും നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല 4 വയസ്സിലൊന്നും. അപ്പൊ പെൻസിൽ ഉപയോഗിക്കുക എന്നതിലേക്ക് നമുക്ക് എത്തിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യാവുന്നത്, ശരിക്കും പണ്ട് പറയുക മണ്ണിൽ കളിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ലത് മണ്ണിൽ കളിക്കുന്നതാണ് കുട്ടികൾ. പക്ഷെ നമുക്കിപ്പോ മണ്ണിലൊന്നും വിടാൻ പറ്റില്ല, അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. ഇപ്പോ എന്താ പറയാ, എല്ലായിടത്തും പടുകൂറ്റം ഫ്ലാറ്റുകളൊക്കെയാണ്, അവിടെ എവിടെ മണ്ണ്. അപ്പൊ മണ്ണൊന്നൊരു ഓപ്ഷൻ നമുക്കിപ്പോ ഇല്ല സത്യത്തിൽ. മുറ്റമുള്ള വീടുകളാണെങ്കിൽ പോലും ഒരാൾ ഇപ്പൊ പുറത്തേക്ക് വിടില്ല. അപ്പൊ ഏറ്റവും നല്ലത് കുട്ടികളെ ക്ലേ വെച്ച് കൈ കൊണ്ടൊക്കെ നല്ലോണം ഷേപ്പ് ചെയ്തൊക്കെ പഠിപ്പിക്കുക. പിന്നെ വലിയ വലിയ ജംബോ ക്രയോൺസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് വെറുതെ എന്തെങ്കിലുമൊക്കെ വരച്ചിടാൻ പറയാം. പേപ്പർ കൊടുത്തിട്ട് കുറെ ചാർട്ട് പേപ്പേഴ്സ് ഒക്കെ കൊടുത്ത് കുട്ടികൾ ചുമരിൽ വരയ്ക്കുന്നവരും ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കുട്ടികളെ നിങ്ങളുടെ ചുമര് എത്ര വൃത്തിയായാണോ ഇരിക്കുന്നത് അതിനർത്ഥം ആ കുഞ്ഞ് അത്രയും എന്താ പറയാ റെസ്ട്രിക്ഷൻസോടെയാണ് വളരുന്നത് എന്നാണ്. എല്ലാ വീടുകളിലും കുട്ടികളുള്ള വീടുകളിൽ ചുമരുകളൊക്കെ കുറച്ച് അഴുക്കൊക്കെ ആവും. നമ്മൾ കുറച്ച് വിട്ടുകൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് അത്രയും ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്, നിങ്ങൾക്ക് ചുമര ഒട്ടും തടക്കാൻ നിങ്ങൾ തയ്യാറേ അല്ല എന്നുള്ളൊരു ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക.
ശ്രമിച്ചു നോക്കുക, കുട്ടിക്ക് ചാർട്ട് പേപ്പർ ഒക്കെ കൊടുത്തു നോക്കുക, കുട്ടിയെ കൊണ്ട് പേപ്പറിൽ വരപ്പിക്കുക. എപ്പോഴും പേപ്പർ അവൈലബിൾ ആയിട്ട് ഇരിക്കട്ടെ. വലിയ വലിയ ഷീറ്റ് പേപ്പറുകൾ കുട്ടികൾക്ക് അവൈലബിൾ ആയിരിക്കുകയാണെങ്കിൽ കുട്ടികൾ അതിലിരുന്ന് എന്തെങ്കിലുമൊക്കെ സ്ക്രിബിൾ ചെയ്ത് ഫൈനലി ആ വലിയ വലിയ ക്രയോൺസ് പിടിച്ച് നമുക്ക് ക്രയോൺസ്, ജംബോ ക്രയോൺസിൽ നിന്ന് സാധാരണ ക്രയോൺസിന്റെ ഇതിലേക്ക് എത്തിക്കാൻ പറ്റും. ഏറ്റവും ചെറിയ ക്രയോൺസ് ഉപയോഗിക്കാറായിട്ടില്ല. ജംബോ ക്രയോൺസിൽ നിന്ന് സാധാരണ കുറച്ചും കൂടെ ഒരു തിക്കായിട്ടുള്ള ഒരു ക്രയോൺസ് വരെ ഉപയോഗിക്കുന്ന രീതിയിലായി കഴിഞ്ഞാൽ കുട്ടിയുടെ പെൻസിൽ ഗ്രിപ്പിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. പിന്നീട് നമുക്ക് പെൻസിൽ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അവർക്ക് ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ നല്ലതായിരുന്നു. അടുത്തിരിപ്പുണ്ടോ? എന്റെ കയ്യിലില്ല, ജംബോ ക്രയോൺസ് ഇല്ല. കുറച്ച് എന്ന് വെച്ചാൽ തിക്കായിട്ടുള്ള ക്രയോൺസ്, എന്ന് വെച്ചാൽ നല്ല വലിയ ക്രയോൺസ് കുട്ടികൾക്ക് പിടിക്കാൻ ആണെങ്കിലും കുഴപ്പമില്ല. അവരെങ്ങനെയെങ്കിലും സ്ക്രിബിൾ ചെയ്തോട്ടെ. അവർക്ക് കളേഴ്സ് പെൻസിൽ ആദ്യം കൊടുക്കണ്ട. കാരണം പെൻസിൽ അവർക്ക് ശരിക്കും കുറെ കളേഴ്സ് ഒക്കെ കാണുമ്പോഴും അവർ കളറുകൾ ഐഡന്റിഫൈ ചെയ്യും വേണം. അവരങ്ങനെയൊക്കെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്. കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യണം, കളേഴ്സ് പഠിച്ചു തുടങ്ങണം. അപ്പം അവരെങ്ങനെയെങ്കിലുമൊക്കെ സ്ക്രിബിൾ ചെയ്തോട്ടെ. അവർക്ക് കുറെ കളർഫുൾ ആയിട്ടുള്ള കുറെ പടങ്ങളും ഒക്കെ കാണുമ്പോൾ അവർക്ക് തന്നെ ഒരു സന്തോഷം തോന്നും. അവരുടെ ആദ്യത്തെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പൊ അതൊരിക്കലും അയ്യോ മോനെ ഇലയുടെ കളർ പച്ചയാണ് നീലയല്ല എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യാനും നിങ്ങൾ നിൽക്കണ്ട. കുട്ടികൾ നീല ഇലകൾ പഠിക്കട്ടെ, ഇഷ്ടമുള്ള കളർ അടിച്ചോട്ടെ. എന്നിട്ട് അവർക്ക് സ്പേസ് കൊടുക്കുക. അവർക്ക് അങ്ങോട്ട് വളരാനും ഗ്രോ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഇവിടെ മക്കൾക്ക് ബോർഡ് വാങ്ങി കൊടുത്തിരുന്നു. അതുകൊണ്ട് ഭിത്തിയിൽ വരയ്ക്കാതെ അതിൽ വരയ്ക്കുമായിരുന്നു. ആ ബോർഡ് നല്ലൊരു ഓപ്ഷനാണ്. എനിക്കിവിടെ വൈറ്റ് ബോർഡ് ഉണ്ട്. 2 തരത്തിലുള്ള സൈഡുള്ള ബോർഡുകൾ ഉണ്ടല്ലോ. ഒരു സൈഡില് നമുക്ക് ചോക്ക് കൊണ്ട് വരയ്ക്കാനും മറ്റേ സൈഡില് മാർക്കർ കൊണ്ട് വരയ്ക്കാനുള്ള ടൈപ്പ് ബോർഡുകളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാവും. അത് സ്കൂളിൽ പോയി തുടങ്ങുന്ന കുട്ടികൾക്ക് അത് കൂടുതൽ ഇഷ്ടാവുക. കാരണം അവർ കാണുന്നുണ്ട് ടീച്ചർ അവിടെ ചെയ്യുന്നത്. അപ്പൊ അതൊരു ഭയങ്കര അമൂല്യമായിട്ടുള്ള ഒരു വസ്തുവാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതിൽ എഴുതാൻ പറ്റുക എന്ന് പറയുന്നത്. അതെ അവർക്ക് ഭയങ്കര ഒരു അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് ഭയങ്കര സന്തോഷമായിക്കോളും. അത് പിടിച്ച് നമ്മളെ പഠിപ്പിച്ചോളൂ. ടീച്ചറായിട്ട് അഭിനയിക്കാനും ഒക്കെ അവർക്ക് റോൾ പ്ലേ ചെയ്യാനൊക്കെ പറ്റിയൊരു പ്രായമാണത്. പിന്നെ ഈ വീടിനകത്തിരിക്കുന്ന കുട്ടികളെ കളിപ്പിക്കാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ചൂട് കാലത്ത് നമ്മൾ പുറത്തു വിടുന്നത് ഈ പ്രശ്നം തന്നെയാണ്. അപ്പോ ഈ കുട്ടികളെ നമുക്ക് വെള്ളത്തിൽ നല്ലോണം കളിപ്പിക്കാൻ പറ്റും. അപ്പൊ സ്വിമ്മിങ്ങിന് കൊണ്ടുപോകാനൊക്കെ പറ്റും. സ്വിമ്മിങ് പൂൾസ് ഒക്കെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ സ്വിമ്മിങ്ങിനൊക്കെ കുറേശ്ശെ ഒരു 7 വയസ്സിന് മുകളിലുള്ള കുട്ടികളെയാണ് ഇപ്പൊ ഇവിടെ തൃശ്ശൂരൊക്കെ ഞാൻ അന്വേഷിച്ചിടത്തോളം 7 വയസ്സിന് മുകളിലൊക്കെ ഉള്ള വേണം കുട്ടികളെ സ്വിമ്മിങ് പഠിപ്പിക്കാൻ. 8 വയസ്സിന് മുകളിൽ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ അവർ മുങ്ങി പോവാതിരിക്കാൻ അവർക്ക് നിൽക്കാൻ പറ്റണം. ഒരു ശരീരത്തിന് സ്ട്രെങ്ത് കിട്ടുന്ന ഒരു പ്രായം എന്നാണ് പറയുന്നത് ജനറലി. അപ്പോ സ്വിമ്മിങ് പഠിപ്പിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കാരണം വേനലില് സ്വിമ്മിങ് വളരെ നല്ലൊരു അവരെ തണുപ്പിക്കാനും ഒരു ഭയങ്കര ഒരു കാര്യമാണ്. പിന്നെയുള്ളൊരു സംഭവം വീട്ടിൽ തന്നെ ഈ സ്വിമ്മിംഗ് പൂളിന്റെ ടബ് വാങ്ങിക്കാൻ കിട്ടും. അതിൽ കുറെ വെള്ളം നിറച്ചിട്ട് കുട്ടികളെ ഇപ്പൊ മുറ്റത്തായാലും കുറച്ചൊരു തണലുള്ള വല്ല സ്ഥലം അല്ലെങ്കിൽ ഒരു ചെറിയ ബാൽക്കണി ഉണ്ടായാലും മതി. തണലുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വെള്ളം നിറച്ചിട്ട് കുട്ടികൾ അതിലിരുന്ന് ചവിട്ടി മെതിച്ച് കളിച്ചോട്ടെ. വളരെ സേഫാണ്. അത് സേഫും ആണല്ലോ. പക്ഷെ ഒരാൾ എപ്പോഴും നിൽക്കുക. കാരണം തീരെ ചെറിയ കുട്ടികളൊക്കെ അത് വേണം. മുങ്ങി പോവാതെ നോക്കണം. അങ്ങനെ അത് ഭയങ്കര ഇഷ്ടാവും അവർക്ക്. കളി ഈ വെള്ളത്തിലുള്ള കളി ഭയങ്കര ഇഷ്ടാവും. അത് പക്ഷെ സൈക്കോളജിക്കലി അവരെ കാം ചെയ്യാനും വളരെ നല്ലതാണ്. അവരുടെ കുറെ ദേഷ്യമൊക്കെ അതിലങ്ങോട്ട് പോയി കിട്ടും കളിക്കുമ്പോ. എനർജിയുടെ ഒരു ബണ്ടിലാണല്ലോ, പ്രത്യേകിച്ച് ഒരു 4-5 വയസ്സുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് എനർജി എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നറിയാത്തൊരു പ്രായം കൂടിയാണ്. പലപ്പോഴും മാതാപിതാക്കൾക്ക് അതൊരു വിഷയമായി വരാറുണ്ട്. നമ്മൾ കുറച്ചുകൂടി വലിയൊരു വയസ്സുള്ള കുട്ടികളുടെ കാര്യം എടുക്കുകയാണ്. ഇപ്പൊ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന പ്രൈമറി ഏജിലൊക്കെയുള്ള കുട്ടികളാണ്. അപ്പൊ അവർക്ക് കൃത്യമായിട്ടും ഒരു വെക്കേഷൻ തന്നെയാണ്. 2 മാസമാണ് അവർക്ക് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കാനുള്ള ഒരു സമയം കിട്ടുന്നത്. അപ്പൊ എന്തായാലും എന്തെങ്കിലും പഠിപ്പിക്കാൻ എന്നുള്ളതൊന്നും അവര് ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള പ്രായത്തിലുള്ള കുട്ടികളെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യാൻ സാധിക്കും? കൂടെ പ്രായം ആയ കുട്ടികളാവുമ്പോൾ നമുക്ക് അവരെ ഈ സൈക്ലിങ്ങിന്, നീന്തലിന് അവരൊക്കെ ധൈര്യമായിട്ട് നമുക്ക് സൈക്ലിങ്ങിന് നീന്തലിനൊക്കെ വിടാം. അപ്പോ അവരാണെങ്കിൽ ഇപ്പൊ കൂടെ ആരാണുള്ളത് മോനെ, ഇപ്പൊ വേറെ എന്തെങ്കിലും ഇപ്പൊ മറ്റൊരു സോഷ്യൽ എൻവയോൺമെന്റിലേക്ക് വിടുമ്പോഴും എന്തെങ്കിലും ഒരു ബാഡ് ടച്ച് ഒക്കെ ഉണ്ടായാലും എന്തെങ്കിലും ഒരു ബാഡ് അനുഭവം ഉണ്ടായാലും ആ കുട്ടി വന്ന് നമ്മളോട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമായി കഴിഞ്ഞു. കുട്ടിക്ക് വർത്തമാനം പറയുന്ന ഒരു പ്രായമായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നെ സേഫുമാണ്. ആ കുട്ടി ഇപ്പോൾ സ്കൂൾ മേറ്റ്സ് ഉണ്ടാവും, ക്ലാസ്മേറ്റ്സ് ഉണ്ടാവും. അപ്പൊ അവരുടെ പാരന്റ്സ് ആയിട്ട് നമുക്കും കമ്മ്യൂണിക്കേറ്റ്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നമുക്കും നമ്മുടെ ഈ സർക്കിൾ കൂടുകയാണ്. നമ്മുടെ മക്കൾ വലുതാവും തോറും നമ്മുടെ സർക്കിൾ കൂടി വരികയാണല്ലോ. അപ്പൊ നമുക്കും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എങ്ങനെ നമ്മുടെ മക്കൾ സേഫ് ആണോ. ഇപ്പൊ ആ ട്രെയിനർ കുഴപ്പമില്ലല്ലോ, ഇപ്പൊ ഫുട്ബോൾ കോച്ചിങ്ങിന് വിടാം. അതൊക്കെ നല്ല ഓപ്ഷൻസ് ആണ്. ഇപ്പൊ നമുക്ക് നാട്ടിലൊക്കെ ഇവിടെ നല്ലോണം ഫുട്ബോൾ കോച്ചിങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ വൈകുന്നേര സമയങ്ങളിലാണ് മിക്കവാറും അവര് നട്ടുച്ച സമയത്തൊന്നും കോച്ചിങ് നടത്തില്ല. അപ്പൊ വൈകുന്നേര സമയങ്ങളിൽ അവർ കുറെ ഓടി കളിച്ച് തളർന്ന് ക്ഷീണിച്ച് അങ്ങനെ ഒരു ഇത് വരുന്നത് നല്ലതാണ്. പിന്നെ ചില കുട്ടികളുണ്ട് തീരെ ഇതിനൊന്നും പോവില്ല, ഭയങ്കര മടിയന്മാരുണ്ടാവും, ഓടാൻ പറ്റില്ല, ചാടാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് പറ്റുന്നത് എന്നാലും അവരെ ആയാലും നമ്മൾ എങ്ങനെയെങ്കിലും നല്ലോണം എൻഗേജ് ചെയ്യിച്ചേ മതിയാവും. കാരണം ഇതൊക്കെ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത് ഈ 2 മാസത്തിനുള്ളിൽ മാത്സ് ഒക്കെ കംപ്ലീറ്റ് പോകും കുട്ടികളുടെ തലേന്ന്. മാത്സ് ആണ് ഏറ്റവും വേഗം ആവിയായി പോകുന്ന കാര്യം. അപ്പൊ അവര് തിരിച്ച് ക്ലാസ്സിലെത്തുമ്പോ അവരാകെ എന്താ പറയാ എവിടെന്നാണ്ട് വല്ലാത്തൊരു മടി പിടിച്ചൊരു അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു ഇതിലേക്ക് ആയിപ്പോ. ആകെ ചിലപ്പോൾ തുരുമ്പിച്ചൊരു അവസ്ഥയിൽ നിന്ന് തിരിച്ച് റൂട്ടീനിലേക്ക് വരേണ്ട ഒരു അവസ്ഥയും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഏറ്റവും നല്ലത് അങ്ങനെ കുറച്ച് സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന കുട്ടികളെ വല്ല പാട്ട് പഠിപ്പിക്കാൻ വിടുക, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിക്കാൻ വിടുക. ചില കുട്ടികളുണ്ട് തീരെ അനങ്ങില്ല, ഓടാൻ വയ്യ, ഫുട്ബോൾ കോച്ചിങ്. ചില പാരന്റ്സും അതെ, അത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അയ്യോ മോനെ വെയിലത്ത് ഫുട്ബോൾ കോച്ചിങ്ങിന് വിടുക, ടീച്ചർ എന്തായി പറയണം. അപ്പൊ ഞാൻ പറയാം എന്നാ തബല പഠിപ്പിക്കുക. തബല ഇപ്പൊ തണലത്തിരുന്ന് വീട്ടിലിരുന്ന് പഠിക്കാമല്ലോ. അപ്പൊ തബല ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു താളുണ്ട്. അപ്പൊ നമ്മുടെ ബ്രെയിൻ ആ ഒരു രീതിയിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ലോജിക്കൽ പാറ്റേൺ രീതിയിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ ആ മാത്തമാറ്റിക്കൽ എബിലിറ്റി പോവാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ ആ ന്യൂറോ സയൻസ് ലെവലിലാണ് പറയുന്നത്. അതായത് മ്യൂസിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഇതാണ്. ശരിക്കും മാത്സ് ആണ് മ്യൂസിക് എന്ന് പറയുന്നത്. താളം, രാഗം എന്നൊക്കെ പറയുന്നത് കുറെ എന്താ പറയാ ഇതിന്റെ മാത്തമാറ്റിക്കലായിട്ട് കുറെ കാര്യങ്ങൾ പാറ്റേൺ ആയിട്ട് ചെയ്യുന്നതിനെയാണ് ഈ പറയുന്നത്. അപ്പൊ അത് ആ കുട്ടികളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ആ മെന്റൽ എബിലിറ്റി നശിക്കാതെ അതിങ്ങനെ ട്രെയിൻഡ് ആയിക്കൊണ്ടിരിക്കണം. അവര് പോലും അറിയാതെ അവർക്ക് അതിൽ കൂടുതൽ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഡാൻസ് അതൊക്കെ പഠിപ്പിക്കാൻ വേണം. അതൊക്കെ ഒരു ഇപ്പൊ ഈ പാരന്റ്സിന്റെ ഈ വേനലവധിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കൺസേൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൊബൈൽ അല്ലെങ്കിൽ ടാബ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇതൊക്കെ ഉപയോഗിക്കുന്നതിന്റെ സമയം ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതൊന്നും ഒഴിവായിട്ടുള്ള ഒരു കാലം ഇനി വരാൻ പോകുന്നില്ല. ഇത് കൂടി വരിക എന്നുള്ള ഒരു അവസ്ഥയാണ് കൂടുതലും നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ക്രീൻ ടൈം എന്നുള്ള രീതിയിൽ കുട്ടികളെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്? അതായത് നമ്മളിപ്പോ പിടിച്ചു വാങ്ങിച്ചു വെക്കുന്നതോ അല്ലെങ്കിൽ വളരെ അബ്രപ്റ്റ് ആയിട്ട് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം കട്ട് ചെയ്യുന്നതോ പലപ്പോഴും നെഗറ്റീവ് ആയിട്ടായിരിക്കും സംഭവിക്കുക. അതല്ലാതെ നമുക്കൊരു നാക്കോട് കൂടി എങ്ങനെ ഈ സ്ക്രീൻ ടൈം ഹെൽത്തി ആയ രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും? സ്ക്രീൻ ടൈം ഹെൽത്തി ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ വിഷം എങ്ങനെ മധുരം ചേർത്ത് കഴിക്കാന്നുള്ളതിന്റെ ഇതാണ് ചോദിക്കുന്നത്. പക്ഷെ വേറെ വഴിയില്ല. നമ്മളെല്ലാവരും നമ്മൾ പോലും സ്ക്രീൻ അഡിക്റ്റ് ആണ്. നമ്മൾ ഉൾപ്പെടെ അഡിക്റ്റ് ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്നൊരു രക്ഷയില്ല ഇനി അങ്ങോട്ട്. അപ്പോ അതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെറിയ കുട്ടികളെ എഡ്യൂക്കേഷണൽ വീഡിയോസ് മാത്രം കാണിക്കുക എന്നുള്ളതൊക്കെയാണ്. ഇപ്പൊ വളരെ ചെറിയ കുട്ടികളെ ഇപ്പൊ ഒരു 2-3 വയസ്സ് മുതൽ കുറേശ്ശെ സ്ക്രീൻ വേണമെങ്കിൽ കൊടുത്ത് തുടങ്ങാം നമുക്ക്. പക്ഷെ അപ്പോ നമ്മൾ വല്ല ABCDയുടെ റൈംസ് ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ എല്ലാ കുട്ടികൾക്കും യൂട്യൂബ് കിഡ്സ് വരെ ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പാരന്റൽ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം. നമ്മുടെ ഫോണിൽ നിന്നായിരിക്കണം അവരുടെ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം അവരെന്താണ് കാണുന്നതെന്ന്. അപ്പോൾ പാരന്റൽ കൺട്രോൾസ് ഒക്കെ നമ്മുടെ കയ്യിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിൽ നിന്ന് അവരുടെ ഫോണിലേക്ക് നെറ്റ്വർക്ക് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാ ഫോണുകളിലും അങ്ങനെയുണ്ട്. അപ്പോ നമ്മൾ അവരുടെ ബ്രൗസർ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അവരെന്താണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, അവർ ഏത് വീഡിയോസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ തന്നെ അവരോടൊരു സമയം പറയുക. അതെപ്പോഴും നമ്മൾ ചെയ്യുക. അതായത് മോനെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറൊക്കെ ഒരു ദിവസം ഒരു കുട്ടി സ്ക്രീൻ ടൈം ഉപയോഗിക്കാൻ പാടുള്ളൂ. TV പ്ലസ് മൊബൈൽ പ്ലസ് ഗെയിംസ് പ്ലസ് എല്ലാം കൂടെ ചേർന്നിട്ട് 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയമുള്ളൂ. അതിൽ തന്നെ 20 മിനിറ്റിൽ കൂടുതൽ കുട്ടി ഒറ്റ ഇതിൽ നോക്കിയിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ 20 മിനിറ്റ് കൺസിസ്റ്റന്റ്ലി ഇങ്ങനെ പെർസിസ്റ്റന്റ് വിഷനിൽ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കണ്ണിന് കേടാണ്,
ബ്രെയിനിന് കേടാണ്. ബ്രെയിനിൽ ഇങ്ങനെ മാറി മാറി ഈ വിഷ്വൽസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ എന്താ പറയാ ഹാപ്പിനെസ് ഹോർമോൺ ഇങ്ങനെ എന്താ പറയാ കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ഹാപ്പിനെസ് വേണ്ട, ഒന്നും വേണ്ട കുട്ടിക്ക്. അതായത് ശരിക്കും ഒരു കുട്ടിക്ക് ഹാപ്പിനെസ് വരേണ്ടത്, നാച്ചുറലി വരേണ്ടത് അമ്മയുമായിട്ട്, ഏറ്റവും ആദ്യം അമ്മയുമായിട്ടുള്ള ഹഗ്സിൽ നിന്ന്, അമ്മേനെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ കൂടെ മുലയൂട്ടി കിടക്കുന്ന ഒരു കുട്ടിക്കാണ് ഏറ്റവും അധികം സന്തോഷം ഉണ്ടാവുക എന്നാണ് നമ്മൾ പറയുക. അപ്പൊ അങ്ങനെയാണ്, അങ്ങനെ നാച്ചുറലി അങ്ങനെ ഒരു സന്തോഷം വരണം. അതേപോലെ സോഷ്യൽ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നിന്ന് ഒരു സന്തോഷം കിട്ടണം, മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ. അതേപോലെ കുട്ടി കളിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടണം, ഭക്ഷണം കഴിക്കുമ്പോൾ, നല്ല സ്വാദുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം കിട്ടണം, റെസ്റ്റ് ചെയ്യുമ്പോൾ, ഉറങ്ങുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റണം. പക്ഷെ ഇതൊന്നും കുട്ടിക്ക് വേണ്ട. അപ്പോ അതിനൊക്കെ പകരം ഈ സ്ക്രീൻ ഇങ്ങനെ കുട്ടിക്ക് ഹാപ്പി ഹോർമോൺസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് അപ്പൊ വിശപ്പുണ്ടാവില്ല, കാരണം ഹങ്കർ ഡിപ്രിവേഷൻ ഉണ്ടാവും. കാരണം വിശക്കേണ്ട കാര്യമില്ല, കാരണം സന്തോഷം വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ വിശപ്പ്, ഉറക്കറിയില്ല, സ്ലീപ്പ് ഡിപ്രൈവ്നെസ് ഉണ്ട്. കാരണം ഉറക്കം വേണ്ട കുട്ടിക്ക്, ഉറക്കം കൊണ്ടുള്ള സന്തോഷം വേണ്ട, അതിന്റെ സന്തോഷം സ്ക്രീൻ തന്നുകൊണ്ടിരിക്കുക. അച്ഛനും അമ്മേനും ഒട്ടും വേണ്ട, മനുഷ്യന്മാരായിട്ടുള്ള റിയൽ വേൾഡ് ആൾക്കാരെ ഒന്നും വേണ്ട, മണ്ണും വേണ്ട, ഒന്നും വേണ്ട. കാരണം കുട്ടിക്ക് അതിന് ഒരു ശരിക്കും അതെ വെർച്വൽ വേൾഡിലാണ് കുട്ടികൾ. അപ്പോ അങ്ങനെയുള്ള കുട്ടികൾ കൂടുതലും ഇത് വലിയൊരു പ്രശ്നമുണ്ട്. ഓട്ടിസം പോലുള്ള ഇങ്ങനത്തെ ഇൻഡ്യൂസ്ഡ് ആയിട്ട് വരാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് 2 മാസത്തോളം ഫോൺ മാത്രം നോക്കി 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 അവർ വല്ലാത്തൊരു സ്വന്തമായ ഒരു ഇമാജിനറി വേൾഡിൽ പോവുകയും അവർ പിന്നെ റിയൽ വേൾഡിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം റിയൽ വേൾഡിൽ എല്ലാം സ്ലോ ആണ്, എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരു ട്രാഫിക് ജാമില് നമ്മുടെ ഈ മറ്റേ ഗെയിമിൽ കാണുന്ന പോലെ, ടൗൺഷിപ്പിൽ കാണുന്ന പോലെ ഒരു ലൈഫ് കിട്ടിയ ട്രാഫിക് ജാം പോയി നമുക്ക് ഹെലികോപ്റ്റർ വഴി പറ്റില്ല. ട്രാഫിക് ജാം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കിടക്കന്നെ വേണം, 5 മിനിറ്റ് അവിടെ കിടക്കന്നെ വേണം. ഒരു ബ്ലോക്ക് ഉണ്ടായാൽ നമ്മൾ റോഡ് ബ്ലോക്കിൽ പെടും തന്നെ ചെയ്യും. അങ്ങനെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് കുട്ടി തീരെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് അത് എത്തും. അപ്പൊ പാരന്റ്സ് ഒക്കെ വിചാരിക്കുന്നത് ഫോൺ വെച്ച് കൊടുത്താൽ കുട്ടി അവിടെ ഇരുന്നോളും എന്നാണ്. പക്ഷെ അത് വലിയൊരു ഭാവിയിൽ വലിയൊരു പെർമനന്റ് ഡാമേജിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ മോൻ ഉൾപ്പെടെ ഇപ്പൊ അവനും ഫോണിനൊന്നും ആരും എന്താ പറയാ ഫ്രീ അല്ല. എനിക്ക് തോന്നുന്നു നേരത്തെ നമുക്ക് കുറച്ചുകൂടി അവൈലബിൾ ആയിരുന്നു നമുക്കൊരു എന്താ പറയാ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളതൊരു എഫേർട്ട് എടുത്ത് നമ്മുടെ സോഷ്യൽ ലൈഫ് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്. കാരണം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് റിയൽ ആയിട്ട് ഒരാളെ പോയി കാണുകയോ അയാളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരോട് ഇടപെടുകയോ ചെയ്യേണ്ട ആവശ്യങ്ങൾ കുറഞ്ഞു വരുന്നു. ഇപ്പൊ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസ്, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊരു പോസ്റ്റ് ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ പോകണം, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലെങ്കിലും പോകണം. ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം വീട്ടിലെത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഒരു പാരന്റ് എന്ന നിലയിൽ, ഒരു അഡൾട്ട് എന്ന നിലയിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയും. ഒരു പാരന്റ് എന്ന നിലയിൽ കുട്ടികൾ പലപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യാണെന്നാണല്ലോ പറയുന്നത്. കുട്ടികള് സ്വന്തമായി, ഞാൻ പണ്ട് ഒരു സിനിമയിൽ കേട്ടിട്ടുണ്ട്, കുട്ടികളൊന്നും സ്വന്തമായിട്ട് ഒരു വാക്കും അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയും ചെയ്യാറില്ല, എവിടെന്നോ അവരത് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ആദ്യമായിട്ട് ആ കാര്യം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോ പാരന്റ്സ് എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ തരത്തില് അങ്ങനെ നല്ല ഇമിറ്റേഷന് വേണ്ടി നിന്ന് കൊടുക്കാം? അത് ഒന്നാമത്തെ കാര്യം പാരന്റ്സിനോടൊക്കെ പറയാനുള്ളത് മൊബൈൽ മാറ്റി വെക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് നമുക്കും പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളപ്പോ സ്ക്രീൻ ടൈം നമ്മുടെയും ഒരു കൺട്രോളിൽ വരുത്തുക. അതായത് ഇപ്പൊ ഒരു മണിക്കൂർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ തീരുമാനിക്കുക 1 മണിക്കൂർ നമ്മൾ നോക്കില്ല, നമ്മൾ കുട്ടികളുടെ കൂടെ മാത്രമേ സ്പെൻഡ് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച് ഫോൺ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വെക്കുക. നമ്മൾ തന്നെ നമ്മളുടെ തന്നെ ഫോൺ എന്താ പറയാ, നമ്മൾ ഫോണിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ വഴി. പിന്നെയുള്ളത് നമ്മൾ റിയൽ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. നമുക്കിപ്പോ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൾക്കാരെ അറിയുന്നുണ്ടാവില്ല. അപ്പോ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ ഇപ്പോ പെട്ടെന്നൊരു ദിവസം അവിടേക്ക് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോയാലൊന്നും ശരിയാവില്ല. നമ്മൾ പുറത്തിറങ്ങി നടക്കുക, ഒരു ഈവനിങ് വാക്കിനൊക്കെ പോവാം. അപ്പൊ ഇപ്പോ വർക്കിംഗ് പാരന്റ്സ് ആണെങ്കിൽ പോലും നമുക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ കൂടെ, ഇപ്പൊ കുട്ടി ചിലപ്പോൾ രാവിലെ മുതൽ ബോറടിച്ചിരിക്കുമായിരിക്കും. ഇപ്പൊ സ്കൂൾ ഗോയിങ് കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ 2 മക്കളെയും കൂടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. അപ്പൊ തിരിച്ചു വരുമ്പോൾ നമ്മളും ടയേർഡ് ആയിരിക്കും, ശരിയാണ്. പക്ഷെ കുട്ടികള് വീട്ടിലിരിക്കുകയായിരുന്നു, വെറുതെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ അതിലും ടയേർഡാണ്.
കാരണം അവർ മാനസികമായിട്ട് ആകെ അത്രയും നേരം നമ്മളെയും കാത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ അവർക്കൊരു ക്വാളിറ്റി ടൈം എന്തായാലും കൊടുക്കണം. അപ്പൊ ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷണൽ പാരന്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പുറത്തിറക്കുക, കുട്ടികളെയും കൊണ്ട് പുറത്ത് നടക്കാൻ പോവുക, വെറുതെ ഒന്ന് നടക്കാൻ പോവുക. ഒരു ഈവനിങ് വാക്ക് എന്ന് പറഞ്ഞ ഒരു സ്ട്രോള്, വെറുതെയോ അലസമായോ ഒന്ന് റോട്ടിൽ കൂടെ നടക്കുക. അപ്പൊ റോട്ടിൽ ആരെങ്കിലും കാണും, ഇവരുടെ പ്രായത്തിലുള്ളവരെ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെ, പാരന്റ്സിനെ, ഇപ്പൊ ഒരു പട്ടിയായിട്ട് നടക്കാൻ പോകുന്ന മറ്റൊരാളെ, അങ്ങനെ ആരെങ്കിലും നമ്മൾ കാണും. അപ്പൊ അവരോടൊന്ന് സംസാരിക്കുക. ഇപ്പോ അല്ലെങ്കിൽ നമ്മളിപ്പോ വണ്ടി എടുത്തൊന്ന് രാത്രി, ഇപ്പൊ നമുക്ക് തീരെ സമയമില്ലാത്ത ഒരാളാണ്, അപ്പൊ നമ്മൾ നൈറ്റിൽ വന്ന് കുക്ക് ചെയ്തൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാവുന്ന ഒരു കാര്യം, വണ്ടി എടുത്ത് രാത്രി ഒന്ന് ഡ്രൈവിന് പോവാ. എന്നിട്ട് ഡ്രൈവിന് പോകുമ്പോ തന്നെ എന്താ പറയാ, ഏറ്റവും വൃത്തിയായിട്ട് ഡ്രൈവ് ചെയ്യാം. കുട്ടികൾ അതൊക്കെ മാതൃകയാക്കുന്നുണ്ട്. കുട്ടികൾ ഉപ്പുകടലാസ് പോലെയാണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത് പറയുന്നത് നോക്കിയിരിക്കണവര്. അപ്പൊ ഡ്രൈവിന് പോകുമ്പോൾ ഇപ്പൊ ഒരു ആരെങ്കിലും പെട്ടെന്ന് റാഷായിട്ട് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും നമ്മളോട് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാതിരിക്കുക. നമ്മൾ അയ്യോ സോറി ചേട്ടാ ഞാൻ അറിയാതെ എടുത്തുപോയതാണെന്ന് പറഞ്ഞു പോവുക. ഇപ്പൊ അല്ലെങ്കിൽ റോട്ടിൽ വല്ല എന്തെങ്കിലും വല്ല പട്ടികള് അങ്ങനെ എന്തെങ്കിലും കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കാക്ക ചത്ത് കിടക്കുന്നുണ്ടാവും. ഇപ്പൊ രാത്രിയൊക്കെ അല്ലേ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ എണീറ്റിട്ട് എന്താന്നൊക്കെ നോക്കാം. അതൊക്കെ ഒരു എന്താ പറയാ, ഒരു കരുതല് നമുക്ക് അതുണ്ട് എന്നുള്ളത്, നമുക്കും മറ്റു സഹജീവികളുമായിട്ട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് നമ്മുടെ മക്കൾ നമ്മളിൽ നിന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ നമ്മളിപ്പോ ഒരു പട്ടി അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കൂടെ, അല്ലെങ്കിൽ ഒരു കാക്ക ചത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോയ കുട്ടി പഠിക്കുന്ന പാഠം അതാണ്. ആ ലെസൺ ലേൺഡ് മറ്റൊരു കാര്യമാണ്, വേറൊരു രീതിയിലാണ് കുട്ടി അത് പഠിച്ചത്. അല്ലെങ്കിൽ ഇപ്പോ അങ്ങനെ ഒരു ട്രാഫിക് ലൈറ്റ്, രാത്രിയാണ് ആരും കാണില്ല എന്നുള്ളതുകൊണ്ട് ട്രാഫിക് ലൈറ്റ് വെട്ടിച്ച് പോവുക എന്നുള്ളതൊക്കെ കുട്ടി അവിടെ പഠിക്കുന്ന പാടാണ്. കുട്ടി പകൽ അത് ട്രാഫിക് ലൈറ്റ് വെട്ടിക്കണം എന്നാണ് കുട്ടിയുടെ ഉള്ളിൽ കയറുക. രാത്രിയായാലും പകലായാലും ട്രാഫിക് ലൈറ്റ് ഒന്നും റൂൾസ് ഒന്നും നോക്കണ്ട, അമ്മയും അച്ഛനൊന്നും റൂൾസ് നോക്കാണ്ട് ഓടിക്കണം എന്നാണ് കുട്ടി മനസ്സിലാക്കുന്ന പാഠം. പക്ഷെ നമ്മൾ രാത്രി ഒറ്റ വണ്ടിയില്ലെങ്കിലും ട്രാഫിക് റൂൾസ് ഒന്ന് പാലിച്ച് അവിടെ നിർത്തിയിട്ട്, രാത്രിയാണെങ്കിലും സാരില്ല മോനെ നമ്മൾ ട്രാഫിക് റൂള് നോക്കണം, ഇപ്പൊ ഒരു ആംബുലൻസ് വരുമ്പോൾ സൈഡ് കൊടുക്കുക, അതൊക്കെ ബേസിക് റൂൾസ് ആണ്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കറക്റ്റ് സൈഡിൽ തന്നെ വണ്ടി ഓടിക്കുക. പിന്നെ ഇറങ്ങാൻ നേരത്ത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി സോറി അത് മോനൊന്ന് തട്ടിയിട്ടാ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കി തന്നെ ഇറങ്ങുക. അപ്പൊ അങ്ങനത്തെ കുറെ മാനേഴ്സ് നമ്മൾക്ക് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറേശ്ശെ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിലെ ഫ്രണ്ട്സ് ഉണ്ടാവും. എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടിയൊക്കെ വരുമ്പോൾ കുട്ടികളുടെ പ്രായത്തിലുള്ളവരെയൊക്കെ നമുക്ക് ക്ഷണിക്കാം. അപ്പൊ ശരിക്കും റിയൽ ഫ്രണ്ട്സ്, നമുക്ക് ബർത്ത്ഡേ ആവുമ്പോൾ 1000 മെസ്സേജസ് നമുക്കൊക്കെ വരാറുണ്ട്, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. എത്ര പേര് നമ്മളിപ്പോ വിളിക്കുന്നുണ്ട്. വാട്സപ്പ് വന്നതിന് ശേഷം ഒരാൾ വിളിക്കില്ല, വിളിച്ച് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വല്ല അച്ഛനോ അമ്മയോ ബ്രദേഴ്സോ ഉണ്ടെങ്കിൽ അവര് വിളിച്ച് ഹാപ്പി ബർത്ത്ഡേ പറയും. അല്ലാതെ ഹാപ്പി ബർത്ത്ഡേ മാത്രമൊന്നുമല്ല, വിളി തന്നെ വളരെ കുറഞ്ഞു പോയി നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതേ എളുപ്പത്തിൽ വോയിസ് മെസ്സേജ് ഇടും, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴാന്ന് വെച്ച് നോക്കിയിട്ട് മറുപടി വന്നോട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഫോൺ വിളിച്ചു അവരെടുത്തില്ല, അല്ലെങ്കിൽ അവരെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള കോളുകൾ തന്നെ വളരെ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, നമ്മളപ്പോ ആ ഒരു ഹ്യൂമൻ റിലേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് കണ്ടാൽ കുട്ടികളും അതേപോലെ ചെയ്യും. ഇപ്പോ എന്താ പറയാ, വായിക്കുന്ന ഒരു യുവതലമുറയെ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ അച്ഛനും അമ്മയും വായിക്കുന്നത് കണ്ടിട്ട് തന്നെ കുട്ടികളും വായിക്കുള്ളൂ. ഇപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഫോൺ കാണുമ്പോൾ, ഞാൻ ഇടയ്ക്കിരുന്ന് ബുക്ക് വായിക്കുന്ന കാണുമ്പോൾ അവനും ഇടയ്ക്ക് അന്വേഷിക്കും അമ്മ എന്റെ കളിക്കുടുക്ക എവിടെ. അവന് നാച്ചുറലി അങ്ങനെ ഒരു ടെൻഡൻസി വരുന്നുണ്ട് എന്നുള്ളത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അമ്മ എനിക്ക് കഥ പറഞ്ഞതാ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മള് മാതൃകയായിട്ട് തന്നെ വി ഹാവ് ടു ലീഡ് ബൈ എക്സാമ്പിൾ. അല്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ ഫോൺ കുത്തി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് നമ്മൾ കുട്ടിയോട് വായിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ടി വി നല്ല രസകരമായി കണ്ടുകൊണ്ടിരിക്കുന്നു, കുട്ടിയോട് പുറത്തുപോയി കളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നാണ് ഷീജു പറയുന്നത്. ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു വലിയ വലിയ യുദ്ധങ്ങളും എന്താ പറയാ, അണുവിസ്ഫോടനമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു മിഡിൽ സ്കൂൾ, ഹൈസ്കൂൾ ഒക്കെ ഉള്ള ഒരു ടീനേജേഴ്സ്, പ്രായത്തിലുള്ള കുട്ടികളെ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു പക്ഷേ അതൊരു ഭഗീരഥ പ്രയത്നം തന്നെ ആയിരിക്കും. പലതും അവര് അനുസരിക്കണം എന്നില്ല, പലതും അവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല, അവർക്ക് അവരുടേതായ രീതികളും തീരുമാനങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രായം കൂടിയാണ്. അത്തരത്തിലുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ ഈ ഒരു 2 മാസം കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കി കൊണ്ടുപോകാം? ടീനേജേഴ്സും അഡോളസൻസും ആണ് ഏറ്റവും എന്താ പറയാ, അവരാണ് ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ സത്യമാണ്.
അവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടകം ഈ പ്രായത്തിനോടകം അവര് ഇപ്പൊ ഒരുവിധം അവരുടെ അഭിരുചികളൊക്കെ മനസ്സിലായി കാണുന്നുണ്ട്. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവർക്കിപ്പോ മ്യൂസിക്കിനോട് താല്പര്യമുണ്ട്. എല്ലാ കുട്ടികൾക്കും എന്തിനോടെങ്കിലും ഒക്കെ ഒരു താല്പര്യം ഉണ്ടാവും. ഇപ്പൊ താല്പര്യം ഇല്ലാത്ത കുട്ടികളും ഉണ്ടാവും. ജനറ്റിക്കലി അങ്ങനെ താല്പര്യം ഉണ്ടാവണം എന്നൊന്നുമല്ല പറയുന്നത്. നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും കുട്ടികളെ. ഇപ്പോ അങ്ങനെ ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു താല്പര്യം ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ എളുപ്പമാണ്. എന്ന് വെച്ചാൽ അവരെ വെറുതെ ഒരു വൈറ്റ് ബോർഡായിട്ട് കണ്ടു നോക്കൂ, നമുക്ക് എന്തും അതിൽ എഴുതിക്കൂടെ. അപ്പൊ ആ കുട്ടികൾ എങ്ങനെ വേണമെങ്കിലും ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് എന്തിനോടെങ്കിലും അഭിരുചി ഉള്ളവരായിട്ട് എടുക്കാൻ പറ്റും. അവരുടെ കൂടെ കുറച്ച് ദിവസം ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ നല്ലോണം ഫുട്ബോൾ കളിക്കാൻ പറ്റും. അപ്പോ അവരുടെ ബ്രെയിനിന് പ്രത്യേകിച്ച് ഒരു ഇൻക്ലിനേഷൻ ഇല്ലാത്ത ബ്രെയിനുകൾ ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ്. ചില പാരന്റ്സ് പറയാറുണ്ട്, എന്റെ മോന് ഒന്നിനോടും ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. അങ്ങനെയല്ല. അങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാക്കി എടുക്കാൻ പറ്റും. ആക്ച്വലി ആ ഒരു രീതിയിൽ ആ പോസിറ്റീവ്നെസ് ഇഷ്ടമില്ലെങ്കിൽ ഒരു 4-5 കാര്യങ്ങൾ ട്രൈ ചെയ്യിക്കുക, ഏതെങ്കിലും ഒന്നിലെ കുട്ടിക്ക് ഇഷ്ടം വരും എന്നുള്ളത് ഉറപ്പാണ്. അവര് എന്തെങ്കിലും ഒരു കുറച്ചധികം ദിവസം ഒരേ കാര്യം ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് ചിലപ്പോൾ ഒരു ചെസ് കളിച്ചുകൊണ്ട് ഒരു 2-3 ദിവസം ചെസ് കളിച്ചാൽ ചിലപ്പോൾ അവർക്ക് 4ാമത്തെ ദിവസം അവർ ഇങ്ങോട്ട് വന്ന് പറയാം, അമ്മ ഇന്ന് ചെസ് കളിക്കുന്നില്ലേ, നമുക്കൊന്ന് ഇരുന്നാലോ എന്ന് അവർ ഇങ്ങോട്ട് വന്ന് ചോദിക്കും. അപ്പൊ അതിനോടകം ഈ പ്രായത്തിനോടകം ഈ ടീനേജ് പ്രായത്തിനോടകം നമുക്ക് ഇവരുടെ ഈ ടേസ്റ്റുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഒരിക്കലും ചെയ്യരുതാത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ കുട്ടികൾ ട്യൂഷന് വിടരുത്. ഈ വെക്കേഷൻ സമയത്ത് ഈ 2 മാസം ഉണ്ടല്ലോ, പാരന്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, അടുത്ത കൊല്ലം പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നേരത്തെ വാങ്ങിച്ച് വേഗം ട്യൂഷന് വിടും. അപ്പോ ഈ കുട്ടികൾക്ക് പിന്നെ വെക്കേഷൻ കൊണ്ട് എന്താ ഗുണം? അവർക്ക് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ 10 മാസം സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് അല്ലെ. അവർക്ക് ആകെ ഒരു വർഷത്തിൽ 2 മാസമാണ് അവർക്ക് എന്താ പറയാ ഒരു ടെൻഷനും ഇല്ലാതെ വേറെ പരീക്ഷ പഠിത്തം ഒന്നും ആലോചിക്കാതെ കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലും നമ്മൾ പലപ്പോഴും ട്യൂഷൻ അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ് കളയുന്നത് ശരിയല്ല അല്ലെ. ശരിയല്ല. റെസ്റ്റും റീചാർജിനുള്ള സമയമാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് അവരെ ഒരിക്കലും ട്യൂഷനൊന്നും വിടരുത് നിർബന്ധമായിട്ടും. അത് പക്ഷെ പാരന്റ്സ് മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു 8ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് നിർബന്ധ ട്യൂഷനാണ്. ആ വെക്കേഷൻ സമയത്താണ് അവരെ ഏറ്റവും തിരക്ക്. ആ കുട്ടികളെ കാണാൻ തന്നെ കിട്ടില്ല. ഓൺലൈൻ ട്യൂഷൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് നേരം പുലരുന്നതിന് മുമ്പ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുളുമ്പോഴായിരിക്കും വീടാണ് വരിക. മറ്റേത് സ്കൂളിലേക്ക് സ്കൂളുള്ളതിനേക്കാൾ നല്ലതെന്ന്. അതാവുമ്പോ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നാൽ മതി. ആ ഒരു കാരണം കൊണ്ടെങ്കിലും അയ്യോ കുട്ടി ക്ഷീണിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. പക്ഷെ വെക്കേഷൻ തീർച്ചയായിട്ടും പല കുട്ടികൾക്കും വളരെ ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. സാബിറ ലത്തീഫി ചോദിക്കുന്നു, 10 വയസ്സുള്ള മോന് കുറച്ച് ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അത് മാറ്റിയെടുക്കാൻ എങ്ങനെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അതില് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ അഡിക്ഷൻ കൂടുതലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോൺ നമ്മൾ മാറ്റി വെക്കാൻ പറയുമ്പോൾ നമുക്ക് അതിന് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ട് അത്ര തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് കളികൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഓപ്ഷൻസും നമുക്ക് കൊടുക്കാൻ പറ്റണം. ഈ 10 വയസ്സുള്ള കുട്ടിക്ക് ആ ഫോൺ മാറ്റി വെക്കുക എന്നിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എന്തും ചെയ്യാം കുട്ടിക്ക്. അപ്പൊ അങ്ങനെ എന്തും സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ആ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ. 10 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് 10 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ബോർഡ് ഗെയിംസ് ആണ്. അതായത് ഈ ചെസ് ബോർഡ്, ക്യാരംസ്. ഇപ്പൊ ഞാനും എല്ലാ ദിവസവും കുറച്ചു നേരം ക്യാരംസ് കളിക്കും. അപ്പൊ ഈ ക്യാരംസ്, ബോർഡ് ഗെയിംസ്, എല്ലാം 2 പ്ലെയർ ഗെയിംസ് അമ്മയും കുട്ടിയുണ്ടെങ്കിൽ സുഖമായിട്ട് കളിക്കാവുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ് ഈ പാമ്പും കോണിയൊക്കെ. പാമ്പും കോണിയും പോലത്തെ ഇത്രയും രസകരമായ ഒരു ഗെയിം വേറെ കണ്ടുപിടിക്കാനില്ല. സ്നേക്ക് ആൻഡ് ലാഡർ ഇത്രയും സിമ്പിൾ ആണ്, ഒരു റൂളും ഇല്ല. റൂൾസ് ഒന്നും ഇപ്പൊ ചെസ്സിന്റെ പോലെ മൂവ്സ് ഒന്നും ഓർത്ത് വെക്കണ്ട. അതുപോലെ തന്നെ ലുഡോ ഒക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ലുഡോ. ഒരു 2-3 മണിക്കൂർ എന്തായാലും പോയി കിട്ടും ഒരു ലുഡോ കളിക്കാൻ. അങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ കളിക്കാം. നമുക്ക് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ആ സമയം മാറ്റിവെക്കുക. കുട്ടിയുടെ കൂടെ ക്വാളിറ്റി ടൈം, അതായത് ഫോണൊന്നും എടുക്കാതെ, ഫോൺ അർജന്റ് കോൾസ് വരുമ്പോൾ മാത്രം നോക്കുക, കോള് അത്യാവശ്യമാണെങ്കിൽ മാത്രം എടുക്കുക. മെസ്സേജസ് ഒക്കെ അത് ഇറ്റ് ക്യാൻ വെയിറ്റ്. നമ്മുടെ മക്കളല്ലേ പ്രധാനം. അത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മെസ്സേജസ് ക്യാൻ വെയിറ്റ് എന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഒരു മെസ്സേജ് വരുന്നു അപ്പൊ തന്നെ നോക്കണം, അതിനപ്പം തന്നെ മറുപടി കേൾക്കണം. അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. അതിനൊരു 2-3 മണിക്കൂർ കഴിഞ്ഞ് മറുപടി അയച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ചില ആളുകളുണ്ട് നമ്മൾ മറുപടി അയച്ചില്ലെങ്കിൽ ഉടനെ തന്നെ കോൾ ചെയ്യും. അതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. മറുപടി അത്ര അർജന്റ് മറുപടി അല്ലാത്തതാണെങ്കിൽ അവർ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി പറയുന്നു.
അതെ, ക്ഷമയില്ലാത്ത വേഗത്തിൽ ഓടുന്ന ഈ ലോകത്ത് നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോ നമുക്കിപ്പോ ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോ 4 വിരൽ ഇങ്ങോട്ട് തന്നെയാണ് നമ്മൾ ഈ ചൂണ്ടുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ലോകത്തെല്ലാം. അപ്പോ ഇതിലിപ്പോ പറയാനുള്ള കാര്യം, നമ്മളിപ്പോ ചോദിച്ചു വന്നത് 10 വയസ്സുള്ള കുട്ടിക്ക് അപ്പൊ ബോർഡ് ഗെയിംസ് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ മുറിയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിൽ കുട്ടീനെ കൊണ്ട് ഓടിക്കളിപ്പിക്കുക, നല്ലോണം ഓടിക്കുക, ഓടുക, ചാടുക. ഇപ്പോ പുറത്തു പോയി ഓടാനും ചാടാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് വളരെ കുറവാണ് നമുക്ക്. ഇപ്പോ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുമ്പോൾ പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ഫ്ലാറ്റിന്റെ ഒക്കെ ഗുണം എന്താന്ന് വെച്ചാൽ പ്ലേ ഏരിയ ഉണ്ടാവും അവർക്കൊക്കെ. മിക്കവാറും ഇപ്പൊ എല്ലാ ഫ്ലാറ്റുകൾക്കും പ്ലേ ഏരിയ ഉണ്ടാവും. അപ്പൊ ഒരേ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൂട്ടുകൂടി കളിക്കാനും അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു വിശ്വാസക്കുറവുണ്ട്, ഇപ്പൊ ഒരു സേഫ് ആണോ സെക്യൂർ ആണോ എന്നൊരു പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിരിക്കുക, കുട്ടികളുടെ കൂടെ പ്ലേ ഏരിയയിൽ പോയിരിക്കുക. അവർ കളിക്കുന്നത് നിങ്ങൾക്ക് കൺമുമ്പിൽ കാണാലോ. കുട്ടികൾ കളിക്കട്ടെ, കുട്ടികൾ അവിടെ കിടന്ന് ഓടിച്ചാടി കളിക്കട്ടെ. അവരുടെ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ഓടിച്ചാടി കളിച്ച് അവരുടെ ഒരുപാട് എനർജി റിലീസായി പോകണം എന്നുള്ളതാണ് നമ്മളിവിടെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കളിയിലൂടെ വെറുതെ കളിച്ചോണ്ട് എന്ത് കാര്യം? ആ സമയത്ത് 2 വക ഇരുന്ന് പഠിക്കുക, 2 അക്ഷരം ഇരുന്ന് വായിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥിരം ഡയലോഗ് ഉണ്ട്. അച്ഛന്മാരുടെ ഒരു ഡയലോഗാണത്. പക്ഷെ അത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം പഠിക്കുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ കുട്ടിക്ക് കയറുന്നുള്ളൂ, ആ ബുക്കിലുള്ള എഴുതിയിട്ടുള്ള കാര്യം. ഇപ്പൊ ഒരു പീരിയോഡിക് ടേബിൾ വായിക്കണമെങ്കിൽ ആ പീരിയോഡിക് ടേബിളിലെ കുറെ എലമെന്റ്സിന്റെ പേര് എന്താണെന്ന് പോലും അറിയാതെ കുട്ടി ബൈഹാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു കുട്ടി കളിക്കുമ്പോൾ ആ കുട്ടി അവിടെ പഠിക്കുന്ന ഒരുപാട് സോഷ്യൽ കാര്യങ്ങളുണ്ട്. എങ്ങനെ കോപ്പറേറ്റ് ചെയ്യാം, എങ്ങനെ സ്വന്തം ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, എങ്ങനെ പേഷ്യൻസ് ഉണ്ടാക്കാം, എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറാം, ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ അയാളോട് എങ്ങനെ പെരുമാറാം, എങ്ങനെ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാം, അതായത് എങ്ങനെ തല്ലുകൂടലൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെ അത് റിസോൾവ് ചെയ്യാം. ഓരോ പ്രശ്നങ്ങൾക്കും എന്താ പറയാ, അച്ഛനോ അമ്മേനെയും വിളിക്കാൻ പോവാതെ തനിയെ ഇതൊക്കെ എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നൊക്കെ കുട്ടികളും പഠിക്കണ്ടേ. അവർക്ക് ലൈഫ് ലോങ് നമ്മൾ പുറകെ നടന്ന് പഠിപ്പിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അതൊക്കെ ഈ വെക്കേഷന് പഠിച്ചെടുക്കേണ്ട, സ്കൂളിൽ കിട്ടാത്ത എക്സ്ട്രാ കരിക്കുലേഴ്സ് ആണ്. അതാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് 10% പേർക്കേ മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ പഠിപ്പിസ്റ്റ് ബുജികളെ, ആ ഒരു ക്രീം ലെയറിനെ നല്ല ശമ്പളത്തോടു കൂടി ചില ക്രീം കമ്പനീസ് ഒക്കെ എടുത്തുകൊണ്ട് പോകും. അത്രേ ഉള്ളൂ. അവരവിടെ ഇരുന്നും ബുജികൾ കളിച്ചുകൊണ്ടിരിക്കും. അവര് റിട്ടയർ ചെയ്ത് തിരിച്ചു വരുമ്പോ അവർക്കും അപ്പോഴും ജീവിതമൊന്നും അറിയില്ല. ആ ക്രീം ലെയർ ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ കാശൊക്കെ ഉണ്ടെങ്കിൽ കുറെ മെയ്ഡുകളെയും സെർവൻസിനെയും വെച്ച് അവർ ജീവിച്ചു പൊക്കോളും. പക്ഷെ അതല്ലാത്ത ബാക്കി 90% ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് നമ്മളൊക്കെ പഠിക്കേണ്ടത്, നമ്മൾ ഇപ്പൊ ക്രീം ലെയേഴ്സിലുള്ള ബുജികളായാലും അവരായാലും പഠിക്കേണ്ട ചില ജീവിത പാഠങ്ങളുണ്ട്. നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. കാരണം ഒരാൾക്ക് ഒരു ജോലി കിട്ടണമെങ്കിൽ ആദ്യം എഴുതേണ്ടത് ടെസ്റ്റുകളാണ്. IQ ടെസ്റ്റുകളൊക്കെ ആയിരിക്കും ആദ്യം ഉണ്ടാവുക, കുറെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ആയിരിക്കും. അതിന് വേണ്ടത് ആ കുട്ടിക്ക് IQ ആയിരിക്കും, ഈ ബുക്കിൽ നിന്നുള്ള പാഠങ്ങളായിരിക്കും. പക്ഷെ ഒരു ഇന്റർവ്യൂവിന് പോയ IQ ഒന്നും അല്ല അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്, അവിടെ ടെസ്റ്റ് ചെയ്യുന്ന EQ ആണ്. ഈ HR ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അവർ ആകെ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. ഗുണകരമാവോ എന്നുള്ളതാണ്. അത് നിങ്ങളെ എടുത്ത് പ്രശ്നം ഉണ്ടാവും. അതെ, നമുക്ക് എത്രത്തോളം ആ ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ട് എന്നാണ് അവിടെ നമ്മുടെ ആ ലെവൽ ഓഫ് ഇതാണ് ചെക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മുടെ IQ ഒന്നുമല്ല. IQ ഒക്കെ നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞു. അപ്പോ എന്താ പറയാ, അതങ്ങനെയാണ് പറയാ. അപ്പോ ആ EQ ഒക്കെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അതിനൊക്കെ വേണ്ടത് ഈ വെക്കേഷൻ ഏറ്റവും നന്നായിട്ട് ഫാമിലിയുടെ കൂടെ, അതാണ് വെക്കേഷൻ നമ്മൾ നല്ലോണം ട്രാവൽ ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോ ട്രാവലിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ കൊറോണയ്ക്ക് ശേഷമൊക്കെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്, ട്രാവൽ ചെയ്യാൻ നല്ല പൈസയാവും, നല്ല എക്സ്പെൻസീവ് ആണ്, അപ്പോ വലിയ ട്രാവൽ ഒന്നും നടക്കില്ല. നിങ്ങളോട് ആരും വലിയ ട്രാവൽ ചെയ്യാൻ പറഞ്ഞത്? ഒന്ന് ബീച്ചിൽ പോകാൻ എന്തോരം നേരം വേണം? ഇപ്പൊ എല്ലാ ജില്ലകളിലും ബീച്ച് ഉണ്ട്. ഇപ്പൊ ബീച്ച് ഇല്ലാത്ത ജില്ലകളാണെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ കാണാൻ പോകാനുള്ള എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാവില്ലേ? നിങ്ങളൊരു ബസ്സും കയറി പോവുക, അല്ലെങ്കിൽ ഇപ്പൊ KSRTC ജംഗിൾ സഫാരി ഉണ്ട്. ബന്ധുവീട്ടിലെങ്കിലും പോവാലോ അല്ലേ? വർഷങ്ങളായി കാണാത്ത ഒരു ബന്ധുവിനെ കാണാനെങ്കിലും പോവാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും ഒരു ഇതിന് നിങ്ങൾക്ക് ഒന്ന് വെറുതെ ഒന്ന് പുറത്തിറങ്ങിക്കൂടെ? കുട്ടികളെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങുക എന്നത് മാത്രമാണ് ഫാമിലി ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു എന്താ പറയാ, മൂവി നൈറ്റ് ഒക്കെ എന്താ പറയാ, നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് പാരന്റ്സിന്. മൂവി നൈറ്റ് എന്ന് പറഞ്ഞാല് ഫ്രൈഡേ നൈറ്റ്സ് ഒക്കെ, ഇപ്പൊ സാറ്റർഡേയും സൺഡേയും സ്കൂളും കോളേജും ഒന്നും ഇല്ലാത്ത ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഫ്രൈഡേ നൈറ്റ്സ് ആണ് മൂവി നൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഫുൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് നിങ്ങൾ ഈ ടിവിയുടെ മുമ്പിലിരുന്ന് ബെഡൊക്കെ വിരിച്ചിരുന്ന് ഫുൾ ലൈറ്റ് ഓഫ് ചെയ്ത് പോപ്കോണും ഉണ്ടാക്കി നിങ്ങൾ അവിടെ ഇരുന്ന് ഇപ്പൊ 4 പേരെന്ന് ഞാൻ പറഞ്ഞത് അച്ഛനും അമ്മ മക്കള് 2 പേരുണ്ടെങ്കിൽ ഒരു കുട്ടിയാണെങ്കിൽ കുട്ടിയും കൂടി ഇരുന്നിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പോലെ നിങ്ങളും എന്താ പറയാ വല്ല ഏറ്റവും നല്ലത് ഹൊറർ മൂവീസ് ആണ്. കുട്ടികളുടെ കൂടെ ഇരുന്ന് കാണാൻ പറ്റും. അവര് പേടിക്കും, അവരുടെ പേടി കുറെ മാറിക്കിട്ടും അവർക്കപ്പോ. പിന്നെ എന്താ പറയാ ഹൊറർ മൂവീസ് ഒരു ഭയങ്കര ഒരു എൻജോയബിൾ കാര്യമായി കുട്ടിക്ക് മാറും. ഇതിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഹോം തിയേറ്റർ സെറ്റപ്പ് ഒക്കെ വേണം. സത്യത്തിൽ അതൊന്നും ആവശ്യമില്ല. സാധാരണ ഒരു ടിവി ഇരുട്ട് ഉള്ള ഇരുട്ട് സ്വന്തമായി കിട്ടുമല്ലോ. എന്തായാലും 9 മണി 10 മണി ആവുമ്പോ സൂര്യൻ എന്തായാലും പോയിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീടിനകത്ത് ഇരുട്ടായിരിക്കും. എളുപ്പത്തിലാവുന്ന കാര്യമാണ്, എന്നാൽ പോലും പലരും ചെയ്യുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. നമുക്കിപ്പോ ഈ വർക്കിംഗ് പാരന്റ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പലരും വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള പാരന്റ്സ് ആയിരിക്കും. അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സമയം പലപ്പോഴും കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പലപ്പോഴും ആ സമയത്തൊക്കെയാണ് നമ്മൾ ഈ ഗ്രാൻഡ് പാരന്റ്സിന്റെ വീട്ടിലേക്കുള്ള വിരുന്നുകളൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിരുന്ന കാലഘട്ടത്തെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പാരന്റ്സിന് എങ്ങനെ കുട്ടികളെ ഈ സമയത്ത് മാനേജ് ചെയ്യാൻ സാധിക്കും? അവരെ ഇങ്ങനെ ഓൺലൈൻ സമ്മർ ക്യാമ്പുകളൊക്കെ ഒരുപാട് നടക്കുന്ന കാണാറുണ്ട്. അതിലൊക്കെ എൻറ്റർ ചെയ്യിക്കുന്നത് കൊണ്ട് ഗുണകരമായിരിക്കും തോന്നുന്നുണ്ടോ? ഓൺലൈൻ സമ്മർ ക്യാമ്പ് ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും നല്ലത് ഓഫ്ലൈൻ ആയിട്ട് അവരെ എങ്ങനെ വലിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടീനെ സമ്മർ ക്യാമ്പിന് വിടണം എന്നാണ് ഞാൻ പറയുക. കാരണം ഇവര് ക്യാമ്പിനും ഇപ്പൊ NSS വോളണ്ടിയേഴ്സ് ആണ് കുട്ടികൾ സ്കൂളിലെങ്കിൽ അവർക്ക് NSS ക്യാമ്പുകളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ടാവും, വെക്കേഷൻസിന് നടക്കുന്നുണ്ടാവും. NSSനും NCCക്കും ഒക്കെ കുട്ടികളെ ചേർക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് തനിയെ ഇതൊന്നും വരുന്നില്ല. ഒരാളെ സഹായിക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയായിട്ട് ഇരിക്കുകയാണ് ഇപ്പോ. അതായത് ഒരാളോട് സഹാനുഭൂതി വേണം എന്നുള്ളത് എന്താ പറയാ പാഠങ്ങളിലൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട, ഒരാളെ കാണുമ്പോൾ സഹായിക്കണം എന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താലേ കുട്ടി സഹായിക്കുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താൽ പോലും സഹായിക്കില്ല. അപ്പൊ നമ്മള് പറഞ്ഞ് പഠിപ്പിച്ച് എടുക്കേണ്ട ഒരു കാര്യമായി മാറിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരാളോട് എന്താ പറയാ ഒരാൾ വീണ് കഴിഞ്ഞാൽ അയ്യോ എന്ന് നമ്മൾ പറയുമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും സ്വന്തം ക്ലാസ്മേറ്റ് വീണു, അവന് ഒരാഴ്ചയായിട്ട് സ്കൂളിൽ നിന്ന് വരുന്നില്ല, ആ കുട്ടി അറിയുന്ന പോലും ഉണ്ടാവില്ല. സ്വന്തം അടുത്തിരിക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. പക്ഷെ ഈ നമ്മുടെ മക്കൾ വീട്ടിൽ വന്ന് ചിലപ്പോൾ നമ്മളോട് പറയും കൂടി ഇല്ല. നമ്മൾ ചിലപ്പോൾ ചോദിക്കുമ്പോഴായിരിക്കും പറയാ അമ്മേ അവൻ വീണിട്ട് ഒരാഴ്ചയായിട്ട് കിടപ്പാണ്. അപ്പൊ നിനക്കെന്താ ഫോൺ വിളിച്ച് ചോദിച്ചൂടെ, അല്ലെങ്കിൽ നിനക്ക് അന്വേഷിച്ചൂടെ അവൻ വന്നു തുടങ്ങിയോ എന്ന് നമ്മൾ അന്വേഷിച്ചാൽ പോലും കുട്ടി അത് അറിയില്ല. എങ്ങനെയാണാവോ എന്താണാവോ നമ്മള്. പക്ഷെ കൊച്ചു കുട്ടികൾ പോലും, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കൊച്ചു കുട്ടിയായിരുന്നപ്പോ നമ്മുടെ വീട്ടിലൊന്നും പെർമിഷൻ ഇല്ലായിരുന്നിട്ട് പോലും ആ കുട്ടിയെ കാണാൻ പോയിട്ടുള്ള ഓർമ്മകൾ എനിക്കുണ്ട്. ഫ്രണ്ട്സിനെ കൈയൊടിഞ്ഞു കിടക്കുകയാണെന്ന് പറഞ്ഞു വിഷമിച്ച്. അപ്പൊ നമുക്ക് ആ ഒരു എന്തോ ഒരു ഇന്റിമസി ഉണ്ടായിരുന്നു, ഒരു ഹ്യൂമൻ റിലേഷൻസ്, നമ്മൾക്കൊക്കെ റിയൽ ഹ്യൂമൻസ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മക്കൾക്ക് സ്വന്തം തൊട്ടപ്പുറത്തിരിക്കുന്ന ക്ലാസ്മേറ്റുകൾ പോലും ആരോ ആണ്. അപ്പോ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ആരോ ആവും. അപ്പൊ അതിനു മുമ്പ് നമ്മൾ അവരുടെ മനസ്സിലൊരു ഇടം നേടിയേ തീരൂ. നമുക്ക് സമയമില്ല, നമ്മൾ വർക്ക് ഫ്രം ഹോം ആണ്, നമ്മള് അല്ലെങ്കിൽ വർക്കിംഗ് പാരന്റ്സ് ആണ്, 9 to 5 ജോബുള്ള പാരന്റ്സ് ആണ്, 9 to 9 ജോബുള്ള പാരന്റ്സ് ആണ് എന്ന് തന്നെ വെക്കുക. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കുക നമ്മുടെ മക്കള് പ്രയോറിറ്റി തന്നെയാണ്. പ്രയോറിറ്റി ലിസ്റ്റില് എന്താ പറയാ നമ്മുടെ ജോബിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക സെക്കൻഡ് പ്രയോറിറ്റി എങ്കിലും നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ജോബിന്റെ പ്രയോറിറ്റി അതേപോലെ താഴവും വേണം. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കാണ്. ഫോൺ ഒന്ന് മാറ്റി വെക്കുക. നിങ്ങൾ ഓഫീസിൽ പറയുക ജോലി സമയത്ത് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ഇവിടെ വീട്ടിൽ പോയാൽ ഞാൻ അവൈലബിൾ അല്ല, ഞാൻ ഇന്ന സമയം മുതലേ അവൈലബിൾ ആവുള്ളൂ, കുട്ടി ഉറങ്ങിയതിന് ശേഷമേ ഞാൻ അവൈലബിൾ ആവുള്ളൂ എന്ന് അച്ഛന്മാരും അമ്മമാരും നിർബന്ധമായിട്ട് ഓഫീസിൽ പറയുക. അതിനൊരു നാണക്കേടും ഇല്ല. ഇപ്പൊ അച്ഛന്മാരോട് അപ്പൊ ഓഫീസിൽ ഇപ്പൊ ഞങ്ങളുടെ അവിടെ തന്നെ സാറുമാരോട് ഞങ്ങളിപ്പോ ചിലർ ചോദിക്കാറുണ്ട് അതെന്താ നിങ്ങളാണോ കുട്ടീനെ ഉറക്കുക? അതെ എന്ന് പറയാൻ നിങ്ങൾ നാണിക്കണ്ട. അതെ ഞാനാണ് കുട്ടീനെ ഓർക്കണത്. എനിക്ക് കാര്യം പറഞ്ഞപ്പോ ഒരു പാരന്റിങ് കോച്ച് എന്ന നിലയിൽ പല ആൾക്കാരുമായി സംസാരിക്കുക അല്ലെങ്കിൽ പല ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ള ഒരു പ്രവണത എന്താണ്? ഇപ്പോഴും ഒരു ഡിഫോൾട്ട് പാരന്റ് എന്ന് പറയുന്നത് അമ്മ തന്നെയാണോ, അതോ പുരുഷന്മാരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ലേക്ക് എത്തിയിട്ടുണ്ടോ, അതോ ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ? വളരെ ചെറിയ ശതമാനം മാത്രമേ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിലേക്കൊക്കെ എത്തിയിട്ടുള്ളൂ. അത് തന്നെ അവരെന്തോ ഒരു വലിയ സഹായം ചെയ്യുന്നത് പോലെയും അവര് എന്താ പറയാ എന്താ പറയാ
അതെ മറ്റേ പ്രത്യേക പൊന്നാട അണിയിക്കപ്പെടുന്ന അതെ അച്ഛന്മാരാണ് അവര്. അച്ഛന്മാരാണ്. അല്ലാതെ അതൊരു അവരുടെ കൂടെ ഡ്യൂട്ടി ആയിട്ട് ഇതുവരെ അവർക്ക് മനസ്സിലായിട്ടില്ല. മെയിൽ നേഴ്സുമാരെ പോലും അംഗീകരിക്കാൻ പറ്റാത്ത നമ്മളാണോ മെയിൽ പാരന്റ്സിന്. അതായത് മെയിൽ നേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ UK പോയാലും മെയിൽ നേഴ്സിനൊക്കെ ഒരു വിലയുള്ളൂ. ഒന്ന് പുറത്ത്, അതായത് നമ്മുടെ നാടിന്റെ ഒന്ന് പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സമാധാനം ഉണ്ടാവും വീട്ടിൽ. കാരണം അവർക്ക് കുറച്ചും കൂടെയൊക്കെ അറിയുന്നുണ്ടാവും, അവരവിടെ കാണുന്നുണ്ട് അച്ഛന്മാരും അമ്മമാരും ഒരേപോലെ ഈക്വൽ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ അമ്മയ്ക്കാണ് കുറച്ചും കൂടെ നല്ലൊരു ജോലിയെങ്കിൽ അച്ഛന്മാര് ജോലി വേണ്ടാന്ന് വെച്ച് കുട്ടികളെ നോക്കുന്ന ഫാമിലീസ് ഒക്കെ കണ്ട് അവര് വരുമ്പോ അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഭർത്താവ് ഉദ്യോഗം എന്ന് പറയുന്നതും എന്താ പറയാ വേറെ ഒന്നും പിന്നെ അവര് ബാധിക്കില്ല. കാരണം അവര് കുറച്ച് ലോകം കണ്ടു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. പിന്നെ നാട്ടിലേക്ക് വന്നാലും അവർക്ക് അതുപോലെയൊക്കെ ജീവിക്കാൻ അറിയാം. പക്ഷെ ഇവിടെ തന്നെ ഉള്ള നാട്ടുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവരൊന്ന് എന്താ പറയാ, ഞങ്ങളുടെ അത്ര മോഡേൺ ഫാമിലി അല്ല. അതാണ് സ്ഥിരം ഡയലോഗാണ്, ഞങ്ങളുടെ അത്ര മോഡേൺ ഫാമിലി ഒന്നും അല്ല മാഡം. വൈഫ് PG ഒക്കെ പഠിച്ചിട്ടുണ്ട്, അവള് PhDക്ക് പോണെന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടി ഉണ്ടായത്. പിന്നെ കുട്ടീനെ നോക്കിയിരിക്കുകയാണ്. 57% അഭ്യസ്ത വിദ്യരായ മലയാളി സ്ത്രീകള് വീട്ടുജോലിക്ക് വേണ്ടിയിട്ട് ജോലി ഉപേക്ഷിച്ചു എന്നാണല്ലോ ഇപ്പോഴത്തെ പുതിയ കണക്ക്. 2023 നവംബറിൽ വന്ന കണക്കാണ് അത്, KKEMന്റെ. അപ്പൊ അങ്ങനെയൊക്കെ അതെ, അപ്പൊ അങ്ങനെ ഒരു സർവേ പ്രകാരം വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് എന്താ പറയാ, അഭ്യസ്ത വിദ്യരായ സ്ത്രീകള് വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ ഒരു ഫാമിലിയില് എല്ലാ സ്ത്രീകളും, മിക്കവാറും സ്ത്രീകൾ പുരുഷന്മാരുടെ അത്രയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പഠിച്ചിട്ടുള്ളവരാണ്. ഇപ്പൊ ആലോചിച്ചുള്ള ഒരു കല്യാണം അല്ലെങ്കിൽ ലവ് മാരേജ് ആയാലും എല്ലാത്തിലും മിക്കവാറും സ്ത്രീകൾ നല്ലോണം പഠിച്ചിട്ടുള്ളവരാണ്, അക്കാഡമിക്കലി നല്ലൊരു ഇതിലുള്ളവരായിരിക്കും. പക്ഷെ അവരുടെ കരിയർ എന്നിട്ടും സ്ത്രീകൾ കരിയർ ഫോഴ്സിലേക്ക് വരുന്നില്ല എന്നുള്ളത് എന്താ പറയാ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്ത്രീകൾ നോക്കിയാലേ കുട്ടികൾ ശരിയാവുള്ളൂ എന്നുണ്ടോ എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു കഴിവുകേടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്രയും വലിയൊരു ലേബർ ഫോഴ്സിനെ ഒരു ഡിഫോൾട്ട് പാരന്റ്സ് ആയിട്ട് ഒരിടത്ത് അടച്ചിടുന്നത് വലിയ കഴിവായിട്ട് കാണുന്ന സമൂഹമാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ, ഒരു കഴിവുകേടാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഷിജു, ഏകദേശം നമ്മുടെ ഒരു സമയം അവസാനിക്കുകയാണ്. അപ്പൊ ഒരു പാരന്റിങ് കോച്ച് എന്ന നിലയിൽ മോന് കാണിക്കണമെങ്കിൽ ഒന്ന് കാണിക്കാം. അവൻ അല്ല മോന് ഉണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ട് പോയി, അവിടെ കളിക്കുന്നുണ്ട്. അപ്പോ ഒരു പാരന്റിങ് കോച്ച് എന്ന നിലയിൽ എന്താണ് ഒരു പുതുതായി പാരന്റ് ആകാൻ പോകുന്ന ഒരാൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ഉപദേശങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഉപദേശങ്ങൾ ആർക്കും ഇഷ്ടമല്ല, എന്നാൽ പോലും നിർദ്ദേശങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറയുന്നത് പോലെ നമുക്ക് എത്രത്തോളം സമയമുണ്ട്, നമുക്ക് എത്രത്തോളം കഴിവുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം സ്കില്ലുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള കുട്ടികൾ, അത്രയും കുട്ടികൾ നമുക്ക് മതി എന്നുള്ള ഒരു തീരുമാനം ആദ്യം എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഓരോ കുട്ടിയും ഒരു വലിയ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതിന് ഒരുപാട് സമയം, ഒരുപാട് എഫേർട്ട്, ഒരുപാട് സാക്രിഫൈസസ് വേണ്ടി വരും. അത് ആരെടുത്താലും, അച്ഛനെടുത്താലും അമ്മയെടുത്താലും, ഒരു കുട്ടി എന്ന് പറയുന്നത് വെറുതെ അങ്ങ് വളർന്നു പോകുന്ന ഒരു ചെടിയൊന്നുമല്ല. അതിന് ആവശ്യത്തിനുള്ള പരിചരണവും ആവശ്യത്തിന് വളവും ഇടയ്ക്ക് പ്രൂണിങ്ങും ഇടയ്ക്ക് ട്രിമ്മിങ്ങും എല്ലാം ചെയ്താൽ മാത്രമേ അതൊരു നല്ല വൃക്ഷം, അല്ലെങ്കിൽ വളരും, പുറംപോക്കിലൊക്കെ വളർന്നതുപോലൊരു വൃക്ഷമായിട്ട് വളരുമായിരിക്കും. പക്ഷെ ഒരു നല്ലൊരു വൃക്ഷമായിട്ട് വളർത്താൻ നമുക്ക് സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതിനെതിരെ അഭിപ്രായം ഉണ്ടാകാം. എന്താണ് ഷിജു എന്നുള്ള ഒരു പാരന്റിങ് കോച്ച് ഒരു പുതിയ പാരന്റ്സിനോട് പറയാനുള്ളത്? പുതിയ പാരന്റ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പാരന്റ് ആവുന്നത് ആദ്യം നമ്മുടെ മനസ്സിലാണ്. അതായത് നമ്മള് പ്രഗ്നന്റ് ആവുമ്പോഴോ നമുക്ക് ആദ്യമായിട്ട് ഒരു ബേബി ഉണ്ടാവുമ്പോഴോ അല്ല നമ്മളൊരു പാരന്റ് ആവുന്നത്. നമ്മൾ ആദ്യം പാരന്റ് ആവുന്നത് നമ്മുടെ മനസ്സിലാണ്. നമ്മൾ എപ്പോൾ ഡിസൈഡ് ചെയ്യുന്നു എനിക്കൊരു കുഞ്ഞ് വേണം എന്ന് നമ്മൾ എപ്പോൾ ഡിസൈഡ് ചെയ്യുന്നു അന്ന് മുതൽ നമ്മൾ പാരന്റ്സ് ആണ്. അപ്പോ പിന്നെ അങ്ങനെ ഒരു പാരന്റിനെ പോലെ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. അതായത് നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരാളും കൂടെ, ഒരു മജ്ജയും മാംസവും ബുദ്ധിയും ഉള്ള ഒരു കുട്ടിയും കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങുക. പിന്നെ രണ്ടുപേർക്കുള്ള ഭക്ഷണം എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, രണ്ടുപേർക്കല്ല, ഇനി ഒരു കുഞ്ഞു പ്ലേറ്റും കൂടെ ഇവിടെ വരാനുണ്ട്. അപ്പൊ അതിലേക്ക് നിറയ്ക്കാനുള്ളത് നമ്മുടെ കയ്യിലുണ്ടോ? ഫിനാൻഷ്യലി നമുക്ക് അതിനുള്ള കഴിവുണ്ടോ? അതേപോലെ ഓരോന്നിനും സമയം, നമ്മൾ ഫോണിൽ സമയം ചെലവഴിക്കും,
അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടി അവിടെ കിടന്ന് കളിക്കുന്നു, ഓടുന്നു, ചാടുന്നു, ABCD പറയുന്നു, ചില കുട്ടികൾക്ക് ഭയങ്കര കഴിവുകൾ കാണുന്നു. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, അവിടെ ആ പാരന്റ് അത്രയധികം സമയം ഫോൺ വേണ്ടാന്ന് വെച്ച് ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടാണ് ആ കുട്ടി അവിടെ ഇരുന്നിട്ട് ABCD പറയുന്നത്. അമ്മ അച്ഛന്ന് മാത്രം വിളിക്കേണ്ട പ്രായത്തിലെ ABCD മുഴുവൻ ചില കുട്ടികൾ ഈ ലോകത്തിലെ ഏത് കൺട്രീസിന്റെയും ക്യാപിറ്റൽ ചോദിച്ചാൽ പറയും. അങ്ങനെ കുറെ കഴിവുള്ള കുട്ടികൾ എന്ന് പറഞ്ഞ് നമുക്ക് റീൽസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ലൈക്ക് ഇടുന്നു, ലവ് ഇടുന്നു, നമ്മുടെ കമന്റുകൾ ഇടുന്നു. പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അച്ഛനെയും അമ്മേനെയും ഒന്നും ആരും ഓർക്കാറില്ല. അവരുടെ കുറെ മണിക്കൂറുകണക്കിനുള്ള ട്രെയിനിങ് കൊണ്ട് തന്നെയാണ് ആ കുട്ടി അങ്ങനെ ആയത്. അപ്പോ അതേപോലെ അത്രയും സമയം നിങ്ങൾക്ക് ചെലവഴിക്കാനുണ്ടോ എങ്കിൽ നിങ്ങൾക്കും അതുപോലെ ട്രെയിൻ ചെയ്തെടുക്കാവുന്ന ഒരു കുട്ടിയെ നിങ്ങൾക്കും ട്രെയിൻ ചെയ്തെടുക്കാം, നിങ്ങൾക്കും അതുപോലെ ഒരു കുട്ടീനെ ഉണ്ടാക്കാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോഴേക്കും അടുത്ത ആൾക്കാർ തുടങ്ങും, എന്നാ ഇനി അടുത്ത കുട്ടി എപ്പോഴാ, ഇവനൊരു കൂട്ട് വേണ്ടേ, അല്ലെങ്കിൽ ഇവൾക്കൊരു കൂട്ട് വേണ്ടേ. എന്നോട് എപ്പോഴും എല്ലാവരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. പക്ഷെ എപ്പോഴും ആലോചിക്കുക, ഒരു സിബ്ലിംഗ് ഒരിക്കലും ഒരു കുട്ടിക്ക് കൂട്ടാവുന്നില്ല. നമുക്കും ആയാലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ ചേട്ടനോ അനിയനോ ഒന്നുമല്ല. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് വീടിന് പുറത്തുള്ള ഏതോ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് എല്ലാവരുടെയും ബെസ്റ്റ് ഫ്രണ്ട്സ്. നമ്മൾ പിന്നെ ആദ്യം ചേർത്ത് പറയാവുന്ന ഒരു കാര്യമാണ്, ഒരു സിബ്ലിംഗ് ഒരിക്കലും ഒരു പാരന്റും ആവുന്നില്ല, പാരന്റും ആവില്ല. സിബ്ലിംഗ് റൈവലറീസ് ഒക്കെ വളരെ കോമൺ ആണ് നമ്മുടെ നാട്ടില്. സിബ്ലിങ്സ് തമ്മിൽ അടി കൂടാത്ത സിബ്ലിങ്സ് ഇല്ല എവിടെ ചോദിച്ചാലും. നമ്മുടെ വീട്ടിലായാലും ഇപ്പൊ ഞാൻ എന്റെ അനിയനായിട്ട് അടി കൂടിയിട്ടുള്ളത് എന്താ പറയുക, ചെറുപ്പത്തിലൊക്കെ ശത്രുവാണ്. ഒരു അനിയനോ അനിയത്തിയോ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുവാണ്. നമ്മുടെ അച്ഛനും അമ്മനെയും നമ്മളിൽ നിന്ന് അകറ്റാൻ വന്നിട്ടുള്ള ശത്രുവായിട്ടാണ് നമ്മൾ കാണുക. പിന്നെ കുറെ ഒരു പ്രായമൊക്കെ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ അതൊന്ന് നമ്മുടെ ഉള്ളിൽ സെറ്റിൽ ആവുക. ഇതെന്റെ അനിയനാണ് അല്ലെങ്കിൽ അനിയത്തിയാണ് എന്നുള്ളത്. അപ്പോഴേക്കൊക്കെ ഒരു നല്ല പ്രായം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ കുറെ നല്ല ഓർമ്മകളും ഒന്നും ഉണ്ടാവില്ല, വലിയ ഓർമ്മകൾ എന്ന് പറയാനൊന്നും ഉണ്ടാവുമൊന്നുമില്ല. അപ്പൊ ഏറ്റവും നല്ലത് കുട്ടിക്ക് ഒരു കൂട്ട് വേണം എന്നുള്ള രീതിയിലൊന്നുമല്ല. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾക്കിപ്പോ അതിനുള്ള കഴിവുണ്ടോ, നിങ്ങൾക്ക് 2 കുട്ടി കൂടെ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സ്വത്തുണ്ടോ, നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ടോ. 2 കുട്ടികളും ഒരു കുട്ടിയും കൂടി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 എതിർ ടീമില് 2 പാർട്ടിയില് 2 സ്ഥാനാർത്ഥികൾ, അതെ, റെഫറി ആവോ 2 ആലോചിക്കേണ്ടിയിരിക്കുന്നു. A ടീമിലും ടീമിനെയും B ടീമിലും കളിക്കുന്ന 2 ഫുട്ബോൾ ടീമുകളുടെ റെഫറിയാണ് അതെ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ജീവിതം പിന്നെ ആവുക. ഇവരുടെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ആയിരിക്കും നമുക്ക് എപ്പോഴും ഇത് തന്നെയായിരിക്കും ചിന്ത. അയ്യോ ഈ പിള്ളേർ എന്നും അടിയാണല്ലോ, എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിച്ചു കൊടുത്ത് അവന് വലുത് വാങ്ങിച്ചു എനിക്ക് ചെറുത് തന്നുള്ളൂ. അപ്പോഴേക്കും 2 പേർക്കും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കുക, നമ്മൾ അതിനൊക്കെ റെഡിയാണോ എന്ന് ആലോചിക്കുക. പിന്നെ ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും കുറെ കുട്ടികൾ, വീട്ടിൽ നിറച്ച് കുട്ടികൾ വേണമെന്നൊക്കെ. പക്ഷെ ഭാഗ്യത്തിന് ഗവൺമെന്റ് അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് നമ്പർ ഓഫ് ചിൽഡ്രൻ ഒക്കെ നമുക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ആലോചിച്ചിട്ട് വേണം നമ്മളൊരു കുട്ടീനെ ഉണ്ടാക്കാൻ. കാരണം ആ കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ആ കുട്ടി എങ്ങനെയെങ്കിലും വളർന്നോട്ടെ എന്ന് പറയുന്നത് ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നമുക്ക് സമയം കൂടെ കൊടുക്കാൻ പറ്റണം. ഏറ്റവും നല്ല സ്കൂളിൽ ഏറ്റവും നല്ല ട്യൂഷൻ കൊടുത്ത്, ഏറ്റവും നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത്, ഏറ്റവും നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് കുട്ടിയെ വളർത്തുക എന്നുള്ളതിലല്ല കാര്യം. നമ്മൾ എത്ര ക്വാളിറ്റി ടൈം ആ കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇപ്പൊ പ്രജ്ഞാനന്ദ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ചെസ് ചാമ്പ്യൻ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അമ്മയുടെ ഒരാളുടെ മിടുക്കാണ്. ആ അമ്മയാണ് ഈ മകനെയും മകളെയും ഇത്രയും ഒരു നല്ല രീതിയിലേക്ക് വളർത്തിയെടുത്തുകൊണ്ട് വന്നത്. മക്കളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാനാണ് അവർ ഈ ചെസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായി. പിന്നെ അവർക്കൊരു എന്താ പറയാ, ഫിനാൻഷ്യലി ഒന്നും ഒരു തുല്യത്ത സ്ത്രീയാണ്. അവരുടെ ഹസ്ബൻഡും വലിയ ജോലിക്കൊന്നും പോയിരുന്നില്ല എന്ന് തന്നെയാണ് വായിച്ചിട്ടുള്ള അറിവ്. അപ്പൊ ഇവരാണ് മക്കളെയും കൊണ്ട് നടക്കുക. ഈ ലോകം മുഴുവൻ ടൂർണമെന്റ്സിനൊക്കെ നടക്കുന്നത് ഈ സ്ത്രീയാണ്. ഈ സ്ത്രീയുടെ എന്ത് കാശുണ്ടായിട്ട്. അപ്പൊ കാശിന് വലിയൊരു സ്ഥാനമൊന്നുമില്ല. അപ്പൊ കാശ് കൊണ്ട് കാശ് വേണമെന്ന് വേണമെന്നുള്ളതാണ് അല്ലേ, കാശ് ഒക്കെ വരും പോവും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സമയം അത് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്നും നല്ല ഓർമ്മകളായിട്ട് തന്നെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി അത്ര നല്ലോണം തന്നെ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. നല്ലൊരു ക്വാളിറ്റി ടൈം തന്നെ സ്പെൻഡ് ചെയ്യണം. പാരന്റിങ് ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പണി തന്നെയാണ്. ആൾക്കാർ പറയുന്നുണ്ടാകാം അതൊരു ജോലിയായിട്ടൊന്നും കണക്കാക്കണ്ട, അത് നിങ്ങൾക്ക് ഒരു സ്നേഹമായി കണക്കാക്കൂടെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമെന്നേ ഉള്ളൂ. എങ്കിലും സമയത്തിന് സമയം തന്നെ വേണം, ആളിന് ആള് തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അത്ര കുട്ടികളെ മാത്രം ഉണ്ടാക്കുക. അത്ര കുട്ടികളെ വളർത്താനുള്ള നിങ്ങളുടെ സമയം ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, നിങ്ങളുടെ മാനസിക ശാരീരിക അവസ്ഥ തുടങ്ങിയവയൊക്കെ നോക്കിയിട്ട് വേണം
പാരന്റിങ് എന്നുള്ള ജോലിയിലേക്ക് നമ്മൾ പ്രവേശിക്കാന്നാണ് ഷിജു പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു 2 മാസക്കാലം കുട്ടികളെ വീട്ടിനകത്ത് തന്നെ എൻഗേജ് ചെയ്യിക്കാനുള്ള കുറെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഷിജു പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും ഷിജുവിന്റെ ചില പ്രോഗ്രാംസും ഉണ്ട്. അപ്പൊ ഷിജുവിനെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ വേനൽക്കാലത്ത് നിങ്ങൾക്ക് കുട്ടികളുടെ എൻഗേജ്മെന്റിന് പറ്റുന്ന വേറെ കുറച്ച് ക്ലാസ്സുകളെ കുറിച്ചും ഒക്കെ ഷിജുവിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ലൈവ് സെഷനിൽ വന്നതിന് വളരെയധികം നന്ദി ഷിജു. ഈ ഒരു സമയത്ത്, ഈ ചൂടുകാലത്ത് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. അപ്പോൾ ഇന്നത്തെ അതിഥിയിൽ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നത് പാരന്റിംഗ് കോച്ചായ ഷിജു ജോബു ആണ്. മറ്റൊരു ലൈവ് സെഷനിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.